രോമാ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സൂസൻ ജോൺ. രോമാ ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഓരോ ദിവസവും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സൂസൻ ജോണിൻ്റെ സാക്ഷ്യവും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സാക്ഷ്യം കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൂസൻ ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സൂസൻ ജോൺ. ഈ അരോമാ ടി വിയിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവമായ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ, പാസ്റ്റർ ദാനിയേൽ ജോൺ അവർകൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയും ഈ സാക്ഷ്യം കേട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കാൻ ദൈവം ഇടയാക്കുകയും ചെയ്യേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഇതിലേക്ക് ഒരിക്കൽ കൂടെ വന്ദനം ചെല്ലുന്നു. ഞാൻ ഈ അരോമാ ടി വിയിൽ ആണ് ആദ്യമായിട്ട് എൻ്റെ ഫുള്ള് സാക്ഷ്യം പ്രസ്താവിക്കുന്നത്. ഭാഗികമായിട്ടൊക്കെ പലയിടത്തും ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഞാൻ ഇതിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയില്ല സമയം തികയുമോ എന്ന് പോലും അറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. എൻ്റെ ബാല്യകാലമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതമെന്ന് പറയുന്നത്, എൻ്റെ അപ്പൻ കോഴഞ്ചേരി കോലത്ത് കുടുംബത്തിൽ കിടങ്ങാലി കുടുംബത്തിലെ വടക്കേത്ത് ശാഖയിൽ ജനിച്ച ആളാണ്, അല്ലെങ്കിൽ പൊയ്കയിൽ ശാഖയിൽ ജനിച്ച ആളാണ്. അവർ തികഞ്ഞ മർത്തോമക്കാരായി കോഴഞ്ചേരി വലിയ പള്ളിയിൽ അംഗങ്ങളായി മുന്നോട്ട് പോകുവാൻ ഇടയായി. എൻ്റെ അമ്മ കാതേട്ട് കുടുംബത്തിൽ, കങ്ങഴയിൽ കാതേട്ട് കുടുംബത്തിൽ ഒരു CMS ഉപദേശിയുടെ മകളായി ജനിച്ച ആളാണ്. അവർ ഇരുവരും സമുദായത്തിൻ്റേതായ കാര്യാദികളിൽ വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരും തീഷ്ണതയോടെ നിൽക്കുന്നവരുമായിരുന്നു. എൻ്റെ അപ്പൻ്റെ ആൾക്കാർ തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ച് അവിടേക്ക് താമസം മാറിയപ്പോൾ എൻ്റെ പപ്പായ്ക്ക് അവിടെ പോകാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ എൻ്റെ അപ്പനെ വിളിക്കുന്നത് അച്ചാച്ചൻ എന്നാണ്. ഞാനതുകൊണ്ട് ഇനിയും അച്ചാച്ചനെന്ന് മാത്രമേ പറയത്തുള്ളൂ. അമ്മ കങ്ങഴയിൽ നിന്ന് അമ്മയുടെ കുടുംബം ചെറിയാച്ചൻ ഉപദേശി, കാതേട്ടെ ചെറിയാച്ചൻ ഉപദേശി എന്നാണ് അമ്മയുടെ അപ്പനെ വിളിച്ചുകൊണ്ടിരുന്നത്. താനും കോഴിക്കോട് പോയി ഏകദേശം ഒരു 300 ഏക്കർ സ്ഥലം വാങ്ങി, പണ്ടത്തെ സമയത്ത് സ്ഥലം വാങ്ങി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴാണ് വലിയ മലമ്പനി അവിടെ ഉണ്ടാകാനിടയായി. അങ്ങനെ അവരെ മലമ്പനി പേടിച്ച് ഈ 300 ഏക്കർ സ്ഥലവും ഇട്ടേച്ച് അവരും തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെയാണ് എൻ്റെ അപ്പനും അമ്മയുമായി വിവാഹം കഴിയുന്നത്. അമ്മയും അപ്പനും അവിടെ ചെന്നപ്പോൾ മർത്തോമ കുടുംബങ്ങളിലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ കഷ്ടപ്പാടുകളും, അന്നത്തെ കാലത്ത് വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചാണ് മുന്നോട്ട് പോയതെങ്കിലും എൻ്റെ പപ്പയ്ക്ക് അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സാക്ഷ്യം പൂർത്തിയാകില്ല. എൻ്റെ പപ്പയ്ക്ക് ഒരു ഹർണിയയുടെ ഓപ്പറേഷൻ വരുവാനിടയായി തീർന്നു. എൻ്റെ പപ്പയുടെ കസിൻസ് എന്ന് പറഞ്ഞ റിലേഷൻസാണ് വെല്ലൂര് ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാരാണെന്ന് എനിക്കറിയില്ല നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഏത് ചികിത്സയ്ക്കും അവരെ വെല്ലൂര് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, അച്ചാച്ചൻ കടന്നു വന്നു. പക്ഷേ 3 മാസത്തെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടും അച്ചാച്ചന് ജോലിക്ക് പോകാനോ ഒന്നും കഴിയാത്ത ഒരു എസ്റ്റേറ്റിലാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലിക്ക് പോകാനോ ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥയിൽ അന്ന് പെന്തുക്കോസുകാരെന്ന് പറഞ്ഞത് നമ്മുടെ ദേശത്തില്ല.
ആരും തന്നെ ഇല്ല. എന്നാൽ റാന്നിയിൽ നിന്നൊരു കുട്ടുപദേശി, എനിക്ക് ഇനിയും ഉള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. ആ, കുട്ടുപദേശി എന്ന് പറഞ്ഞ ഒരു പെന്തക്കോസിലെ പാസ്റ്ററും കുടുംബവും അവിടെ വന്ന്, ചേക്കേട്ടുകാരെന്ന് പറയും, അവരവിടെ വന്ന് താമസിക്കുവാനിടയായി. അവിടെയുള്ള അമ്മച്ചിയും മകളും എപ്പോഴും ഈ സുവിശേഷ വേലയ്ക്കായി അന്നേ വെള്ളയുടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ എൻ്റെ അമ്മയുടെ അടുക്കലേക്കും വന്നു. കാരണം നമ്മൾ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ അന്നത്തെ കാലത്ത് തിരുവനന്തപുരം ആ ഭാഗത്തുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഇവർ ശരിക്കും ഇവരോട് സുവിശേഷം പറഞ്ഞു. പല പ്രാവശ്യം വന്നപ്പോഴും അമ്മ കഥ കടച്ച് കളഞ്ഞു. കാരണം ഇവരെ ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ പറയുന്നത് അന്ന് 7 മക്കളാണ്, അമ്മയ്ക്ക് 7 മക്കളാണ്. ഞങ്ങൾ മക്കളുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. അന്ന് 7 മക്കളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവളുമാർക്കൊന്നും ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ കൊട്ടിപ്പാടിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിൽ കയറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്താണ് അച്ചാച്ചൻ ഇങ്ങനെ സംഭവിപ്പാനിടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഞങ്ങൾ തങ്കോച്ചമ്മയെന്ന് പറയും, തങ്കോച്ചമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് പെണ്ണമ്മയാണ്, പെണ്ണമ്മേ നീ പൊടിയനെയും കൂട്ടി ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒന്ന് വന്ന് നോക്ക്, അവന് സൗഖ്യം ലഭിക്കും. നിങ്ങൾക്ക് ഇത്രയും പിള്ളേരില്ലേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ്, അന്നത്തെ കാലമാണ്, ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകാം. അന്ന് സത്യത്തിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. മൂത്ത അമ്മാമ്മയാണ് എല്ലാ മക്കളെയും നോക്കുന്നത്. ഒരാൾ തൊട്ടില്ലെങ്കിൽ ഒരാൾ കമന്ന് വീഴുന്ന അങ്ങനെയൊക്കെയുള്ള പ്രായങ്ങളാണ്. അപ്പോൾ ഒരാൾ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രായങ്ങൾ. എല്ലാവരും 2 വയസ്സിന് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അമ്മയും എൻ്റെ അച്ചാച്ചനും കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയി. അന്ന് വേറെ എവിടെ നിന്നോ ഒരു പ്രവാചകൻ, ശമുവേൽ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ഇവർ പാട്ട് കഴിഞ്ഞ് തുടങ്ങിയതിന് ശേഷമാണ്, ഇവർ പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. പാട്ട് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാനിടയായി. അപ്പോൾ എല്ലാവരും ആത്മാവിൽ ആരാധിച്ച്, സ്പ്രിങ്ങൽ, ഇന്നത്തെ പോലെയുള്ള ആത്മാവിൻ്റെ ആരാധനയല്ല, സ്പ്രിങ്ങൽ നിൽക്കുന്നത് പോലെയുള്ള ആരാധനയാണ്. ഇത് കണ്ടപ്പോൾ അച്ചാച്ചൻ മർത്തോമക്കാരനാണ്. അച്ചാച്ചന് ഭയങ്കരമായിട്ട് ചിരി വന്നു. താനെ വാ അടച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് ആ കസേരയിൽ ഇരിക്കുവാനിടയായി തീർന്നു. പക്ഷേ ഇതെന്താണ് ഇവർ പറയുന്നതെന്നുള്ളതെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്നു. എന്നാൽ ദൈവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഓടി വന്ന് തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് സൗഖ്യമാകുവാനിടയായി തീരുമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ അച്ചാച്ചൻ ഭയങ്കരനൊരു സിനിമാ പ്രാന്തുകാരനായിരുന്നു. അതുപോലെ തന്നെ പുകവലിയും ചീട്ടുകളി, ഇത് 3ഉം തൻ്റെ കാശൊന്നും അങ്ങനെ ഒത്തിരി കളയില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഈ വീടി തെറുത്ത് വലിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാധനം അങ്ങനെ തെറുത്ത് വെച്ചിരിക്കുമ്പോൾ അമ്മ കൂട്ടുകാർക്കെല്ലാം എടുത്തു കൊടുക്കും, ഇത് കുറച്ച് വലിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അതുപോലെ സിനിമാ പ്രാന്തുള്ള മനുഷ്യനായിരുന്നു. ഫസ്റ്റ് ഷോ കണ്ടിട്ട് അവിടെ ഇരുന്ന് സെക്കൻഡ് ഷോ കാണുന്ന ഒരാളായിരുന്നു അച്ചാച്ചൻ. തന്നെയല്ല, ചീട്ടുകളിക്ക് എവിടെയാണെങ്കിലും കാശ് വെച്ചൊന്നും കളിക്കില്ല. അന്നൊന്നും കാശ് വെച്ച് കളിക്കുന്ന വലിയ പ്രവർത്തനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ കാശ് വെച്ചൊന്നും അങ്ങനെ കാശൊന്നും കളയില്ല. എന്നാലും ചീട്ടുകളി ഭയങ്കര ഒരു ഹരമായിരുന്ന ഒരാളായിരുന്നു. ഇത് 3ഉമാണ് അച്ചാച്ചൻ്റെ ജീവിതത്തിൽ. കാരണം പാപമാണെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ദൈവദാസൻ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അപ്പോൾ പാപബോധമുണ്ടായി. താൻ അതുവരെ തറയിലിരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. തറയിലേക്ക് മുട്ടുകുത്തി താൻ വലിയ വായിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷിക്കപ്പെടാനിടയായി. ആ സെക്കൻഡിൽ തന്നെ അച്ചാച്ചന് സൗഖ്യം ലഭിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ അമ്മയ്ക്കും വിശ്വാസമായി. അവർ കടന്നുപോയി. അതിനുശേഷം ഭയങ്കര പ്രതികൂലങ്ങൾ അമ്മയുടെ ഭവനത്തിൽ നിന്നുണ്ടായി. അമ്മയുടെ സഹോദരങ്ങൾ 8 പേരാണ്. അച്ചാച്ചൻ്റെയും സഹോദരങ്ങൾ 8 പേരാണ്. എന്നാൽ അവരെല്ലാവരും തള്ളിക്കൊളഞ്ഞൊരവസ്ഥയാണ്. എൻ്റെ അച്ചാച്ചൻ്റെ സഹോദരങ്ങളിൽ 3 സഹോദരിമാർ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പോഴും 3 ജ്യേഷ്ഠന്മാരും 3 ജ്യേഷ്ഠന്മാരുടെ മക്കളും ഒന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല. കർത്താവ് അവർ മാർത്തോമയിൽ തന്നെ നിൽക്കുവാൻ ഇടയായി തീരുന്നുണ്ട്. എന്നാൽ
ഇവർ ദൈവത്തെ കണ്ടെത്തുവാനിടയായി ഭയങ്കര പ്രതികൂലമായ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒക്കെ ഭയങ്കരമായ പ്രതികൂലമായ സാഹചര്യം വന്നു. എന്നാൽ അമ്മ അന്നത്തെ സമയത്ത്, ഞാൻ അതിനു മുമ്പ് ഒരു സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7 മക്കളാണ് അന്നത്തെ ആ സമയത്ത്. കയ്യിലെ കാശെല്ലാം തീർന്നു. പശുക്കളെ, അന്നൊക്കെ പശുവാണ് സമ്പത്ത്, ആടുകളും കോഴിയൊക്കെയാണ് സമ്പത്ത്. അതിനെല്ലാം ഓരോന്നിനെ വിറ്റും ഒക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചന് പോകാൻ കഴിയില്ല. 3 മാസം കഴിഞ്ഞു, എന്നിട്ടും പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ വിറ്റ് മക്കൾക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അച്ചാച്ചൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ മീൻകറിക്ക് അരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ചാച്ചൻ വന്നിട്ട് പറഞ്ഞു, പെണ്ണമ്മേ, ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൽ നമുക്കൊരല്പം വിഷം കലർത്തി നമ്മുടെ മക്കൾക്കും നമുക്കെല്ലാവർക്കും കൂടെ അതങ്ങ് കഴിക്കാം. കാരണം വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അവരെ പട്ടിണി ഇടുന്നത് നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ അമ്മ പറഞ്ഞ ഒരു വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അമ്മ പറഞ്ഞു, ജീവൻ തന്നത് ദൈവമാണെങ്കിൽ ഞാൻ സ്വതവേ ഈ ജീവൻ എടുക്കില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ വീടൊഴിവാക്കി ഞാൻ കൈ നീട്ടി ചോദിച്ചാൽ പോലും ഒരിക്കലും ജീവൻ എടുക്കാൻ തയ്യാറല്ലെന്ന് പറയാനിടയായി. അങ്ങനെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ചെന്ന് കയറുന്നത്, സൗഖ്യം ലഭിക്കുന്നത്. പിറ്റേ ദിവസം മുതൽ അച്ചാച്ചൻ എസ്റ്റേറ്റിൽ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രക്ഷിക്കപ്പെട്ടു. സ്നാനമെന്നുള്ള കാര്യം വന്നപ്പോൾ വളരെ പ്രതികൂലമായി തീർന്നു. അമ്മയ്ക്ക് 4 സഹോദരന്മാരാണ് ഉള്ളത്. അതിൽ മൂത്ത സഹോദരന്മാർ 2 പേരും പറഞ്ഞു, നീ പെന്തക്കോസിൽ പോയി താലി ഊരി വെച്ചു. അതുകൊണ്ട് ഇനിയും അമ്മയുടെ 2 സഹോദരങ്ങൾ ഈ പനി ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ആറുകാണി പള്ളിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. നിന്നെയും അങ്ങനെ അടക്കം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം. ഒരു കാരണവശാലും 350 പട്ടിണി കിടന്നാലും ഞങ്ങളാരും തിരിഞ്ഞു നോക്കില്ല. നിൻ്റെ മക്കൾക്ക് നല്ലൊരു വിവാഹാലോചന വരില്ല, എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ഭയങ്കരമായ പ്രതികൂലങ്ങൾ വരുവാനിടയായി തീർന്നു. എന്നാൽ അമ്മ പറഞ്ഞു, ഞാൻ വെച്ച കാല് പുറകോട്ട് എടുക്കില്ല, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെത്തി, ഇനി യേശുവിന് വേണ്ടി മാത്രം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, യേശു എനിക്ക് മതിയായവനാണെന്ന് പറയാനിടയായി. തുടർന്ന് പിന്നെയും ഈ 4 മക്കൾ അവർക്കുണ്ടായി. ഞങ്ങൾ മൊത്തത്തിൽ 11 മക്കളാണ്. അതിൽ ഇന്ന് വിശ്വാസത്തിലില്ലാത്തത് ഒരു സഹോദരൻ മാത്രമാണ്. താനൊരു മദ്യപാനിയായി മുന്നോട്ട് പോകുന്നു. രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ഒക്കെ ചെയ്ത ആളാണെങ്കിൽ പോലും ബാക്കി എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി ഭാഗികമായും പൂർണ്ണസമയമായും സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മയുടെ ഭവനത്തിൽ നിന്ന് അമ്മയാണ് ആദ്യമായിട്ട് രക്ഷയിലേക്ക് കടന്നു വരുന്ന. ആദ്യം രക്ഷിക്കപ്പെട്ടത് അമ്മയാണ്. അപ്പോൾ അമ്മയാണ് ആദ്യം രക്ഷിക്കപ്പെടാനിടയായത്. ഇന്ന് കാതേട്ട് കുടുംബത്തിൽ തന്നെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്. ഒരുപാട്, എനിക്ക് ശരിക്കും പറയാറിയില്ല, ഒരിക്കലെങ്ങാണ്ട് എണ്ണിയപ്പോൾ 58 പാസ്റ്റർമാരെന്നൊക്കെ പറയാനിടയായി. പ്രസിദ്ധരായവരും എഴുത്തുകാരും അങ്ങനെയൊക്കെ എല്ലാവരുമുണ്ട്. അതിനെല്ലാം കാരണക്കാരിയായി തീർന്ന എൻ്റെ അമ്മയാണെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഇന്ന് ലോകത്തിൽ അമ്മയില്ല എന്നുള്ളത് വിഷമമേറുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ വളർന്ന് വരവെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും, അന്നത്തെ കാലമെന്ന് പറയുമ്പോൾ അരി പോലും ലഭിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ വഹിച്ചു വരുമ്പോൾ ഞങ്ങളെയൊക്കെ സ്കൂളിൽ ചേർത്തിട്ട് ഞങ്ങൾക്കൊന്നും കാതും കഴുത്തും ഒന്നും കുത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഭയങ്കര നിന്ദയായിരുന്നു. ഞങ്ങളെ ഒത്തിരി പെന്തക്കോസുകാരെന്നൊക്കെ പറഞ്ഞ്, ഒരുപാട് മീന്തല ചുട്ട് തിന്നുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരിഹസിക്കുന്നുണ്ട്. തന്നെയല്ല, ഈ കോൺവെൻറ്റ് സ്കൂളുകളിലാണ് പഠിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്ത് പെന്തക്കോസുകാരെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുവാനിടയായി തീർന്നു. ഞാനൊരു സ്കൂളിൽ പഠിച്ച ഒരു ചെറിയ കാര്യം മാത്രം പറയാം. ഞാൻ എൻ്റെ
ചേച്ചിയെ 5-ാമത്തെ വയസ്സിൽ കൊണ്ട് ചേർത്തപ്പോൾ എന്നെ 4-ാമത്തെ വയസ്സിലാണ് സ്കൂളിൽ ചേർക്കാനിടയായത്, ഒരു വയസ്സ് മുമ്പോട്ട്. കാരണം ഞാൻ കരയുമെന്നാണ് പറഞ്ഞ, വീട്ടിലെ ശല്യം തീരാനും കൂടെ ആയിരിക്കാം. ഒരു പക്ഷേ അവർ കൊണ്ട് ചേർത്തു. ഞാനും പഠിച്ചു വന്നു. ചേച്ചിയേക്കാളും ഒരു ക്ലാസ്സിന് മാത്രമേ ഞാൻ പുറകിലുള്ളൂ. 4-ാമത്തെ ക്ലാസ്സിലായപ്പോൾ ഞാൻ ചേച്ചിക്ക് ഒപ്പം എത്തി. 5-ാമത്തെ ക്ലാസ്സിലും 6-ാമത്തെ ക്ലാസ്സിലും ഞാൻ ചേച്ചിയോടൊപ്പം പഠിച്ചു. 6-ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചു പോയി, ചേച്ചി വീണ്ടും 6-ാം ക്ലാസ്സിലിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ എസ്റ്റേറ്റിൽ ഭയങ്കര സമരം ഉണ്ടാകാനിടയായി. തൊഴിലാളികളെല്ലാം കൂടെ സമരം ഉണ്ടാക്കി എല്ലാ വീടുകളിലും പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാടും താമസിച്ചവരൊക്കെ പണക്കാരുമായി. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ദൈവത്തെ അറിയാത്തവരും നീതി അല്ലാതെ ജീവിക്കുന്നവർക്കും പണക്കാരാകാൻ. കാരണം റബ്ബർ സ്റ്റേറ്റാണ്, അതിൽ കയറി വെട്ടുന്നു, പാലെടുക്കുന്നു, സ്വന്തമായി വിൽക്കുന്നു, ഇങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ അച്ചാച്ചൻ ഒരു ഒട്ടുകറ പോലും എടുക്കാനായിട്ട് പോകുകയോ ഒന്നും ചെയ്തില്ല. പട്ടിണി അടക്കാണെങ്കിൽ പട്ടിണി അടക്കാം എന്നുള്ള ഒരു സ്ഥിതിയിൽ എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയെന്ന് പറയുന്നത് നീതിമാനായിരുന്നു. ഒരു കൊച്ചു കള്ളം പോലും എൻ്റെ അച്ചാച്ചൻ പറയുമായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. ഇവരോട് സ്നാനപ്പെടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരോട് കൂടെ അവിടെയുള്ള ഏറ്റവും പ്രമുഖരായ ചേകേട്ടുകാർ, അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ, 13 കുടുംബങ്ങൾ ഒരുമിച്ചാണ് അമ്മയും അപ്പനെയും കൂടെ സ്നാനപ്പെടാനിടയായി തീർന്നത്. കാരണം ഇവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ ഓടി നടന്ന് സുവിശേഷം പറയാനിടയായി. അങ്ങനെ പറഞ്ഞവരെല്ലാം ഇവരുടെ മാറ്റം കണ്ട് വിശ്വസിക്കാനിടയായി. അങ്ങനെ വീണ്ടും അങ്ങനെ സ്നാനപ്പെടുവാനിടയായി തീർന്നു. സ്നാനപ്പെടുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനിടയായി. ഇങ്ങനെ ഓടിപ്പോകും. നമ്മുടെ മക്കളെ അങ്ങനെയൊക്കെ എല്ലാവരെയും ഒന്നൊക്കെ ചെയ്തു വെച്ചേച്ച് അമ്മ, അന്നൊക്കെ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും ഗർഭിണിയുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഓടിപ്പോകും ഉപവാസ പ്രാർത്ഥനകൾക്ക് ഓടിപ്പോകുമ്പോൾ താന് അവിടെ ചെന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് 1 മണിയാകുമ്പോഴേക്കും പശുവിനെ കറക്കാനായിട്ട് വരണം. അങ്ങനെ വന്ന് പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുവാനിടയായി തീരുന്നത്. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒരു തുള്ളി പാല് പോലും പുറത്തു പോയില്ല. ഞാൻ അപ്പോഴാണ് ശക്തി പ്രാപിച്ച് ഞാൻ വന്നു. ആ ശക്തിയോടുകൂടെ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ അപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അന്യഭാഷ അടയാളത്തോടു കൂടെ ഞാൻ ആത്മാവിൽ നിറയുവാനിടയായത്. ഒരു തുള്ളി പാല് പോലും എൻ്റെ പാത്രത്തിൽ നിന്ന് പുറത്തു പോയില്ല എന്ന് പറഞ്ഞത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ 4-ാമത്തെ വയസ്സിലാണ് ഇവർ രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നത്. എന്നാൽ 16-ാമത്തെ വയസ്സ് വരെ ഈ സ്കൂളിലെ നിന്ദകളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പെന്തക്കോസുകാരോട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരിക്കലും ഞാനൊരു പെന്തക്കോസുകാരി ആകില്ല എന്ന് വെച്ചാൽ എൻ്റെ പപ്പയും മമ്മിയും ഉപദേശങ്ങൾ പറയുകയും സത്യങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലും ഞങ്ങളെ രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ഒരിക്കലും ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല, ആരെയും നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും യേശുവിനെ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഇരുന്ന ആ സമയത്താണ് 4-ാം ക്ലാസ്സിലായപ്പോഴാണ് അവർ പെന്തക്കോസിലാകുവാനിടയായി തീർന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് സ്കൂളിലെ ഈ വിഷമഘട്ടമായ കാര്യങ്ങളും ഒരാഭരണം ധരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ എനിക്കും കുറച്ച് ലോകത്തിൻ്റെ, കൊച്ചു പിള്ളേരല്ലേ, ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ വേണമെന്നൊക്കെ ഓർത്ത് ഒട്ടുകമ്മലും അങ്ങനെയൊക്കെ ഉള്ളതിട്ട് വീട്ടിൽ വരുമ്പോൾ അതെല്ലാം മാറ്റി വെക്കും. കാരണം വീട്ടിൽ വന്നാൽ വഴക്ക് പറയും. അങ്ങനെയൊക്കെ അന്നൊക്കെ തികഞ്ഞ അനുസരണയോടുകൂടെയാണ് ഞങ്ങളെയൊക്കെ ശിക്ഷണത്തോടു കൂടെയാണ് വളർത്തിയത്. അതുകൊണ്ട് വഴക്ക് പറയുമെന്നുള്ളത് കൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് കൂട്ടുകാരുടെ ബാഗിനകത്ത് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അങ്ങനെ വലിയൊരു സമരം വരുവാനിടയായപ്പോൾ 6-ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ബുക്കും പുസ്തകവും ഒന്നും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെയായി. വളരെ വിഷമഘട്ടം, ഞങ്ങളുടെ എല്ലാവരുടെയും പഠനം മുടങ്ങും എന്നുള്ളതായ സ്റ്റേജ് വന്നപ്പോൾ ഞങ്ങളെ ക്ലാസ്സിൽ അന്ന് പുസ്തകമില്ലാത്തവർ, നോട്ട് എഴുതാത്തവരെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കുമായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിറ്റേ
പിറ്റേ ദിവസം ഈ റഫ് പേപ്പറുകളിൽ ഇവർ പഠിപ്പിക്കുന്ന, ഇവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ പുസ്തകം ഉള്ളവരുടെ കയ്യിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കും. ആ പുസ്തകം അങ്ങനെ തന്നെ എഴുതിയെടുക്കും. അന്നൊന്നും ഈ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചു. ഇത് കൃപയാൽ എനിക്ക് നല്ല മാർക്കോടുകൂടെ പഠിക്കാൻ ദൈവം എനിക്ക് ബുദ്ധി തന്നു. അങ്ങനെ നല്ലതായിട്ട് പഠിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അന്ന് എൻ്റെ പപ്പയുടെ അല്ലെങ്കിൽ എൻ്റെ അച്ചാച്ചൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. തികഞ്ഞ മർത്തോമക്കാരിയാണ്. അപ്പോൾ കോലത്ത് കുടുംബത്തിലുള്ളതാണ് അമ്മ. അപ്പോൾ തികഞ്ഞ മർത്തോമക്കാരിയാണ് അമ്മ. ഈ കന്യാസ്ത്രീകൾ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, അമ്മമാരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അവരുടെ ഈ പ്രായത്തിൽ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയാൽ നിങ്ങളും ഇങ്ങനെ ആതുര സേവനമൊക്കെ ചെയ്യുന്നവരല്ലേ, വിദ്യാഭ്യാസം മുടങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? ഞങ്ങളെല്ലാവരും കൂടെ എന്തെങ്കിലും ചെയ്യുകയേ നിവർത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോട് പറയാനിടയായി തീർന്നു. അതിൽ എമിരിറ്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അന്ന് എന്നെയും എൻ്റെ ചേച്ചിയെയും വിളിച്ചിട്ട് ആരും അറിയാതെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ബുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ പ്രിയ സിസ്റ്ററെ കാണുവാൻ ഇടയായി തീർന്നു. കർത്താവ് എന്നെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഒത്തിരി ദൈവത്തെ സ്തുതിക്കാനിടയായി. ഞാനത് പറയാതിരുന്നാൽ പറ്റില്ല. പലപ്പോഴും ചോറ് കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾ ഈ ജനറലിലുള്ളവരായതുകൊണ്ട് അഥവാ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും പട്ടിണിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില പ്രാവശ്യങ്ങളൊക്കെ ഈ സിസ്റ്റർമാർക്ക് മനസ്സലിവ് തോന്നി ഞങ്ങൾക്ക് മഠത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ജീവിക്കുവാനിടയായത്. പിന്നത്തേതിൽ 11 മക്കളുമായി അവരൊരുപാട് കഷ്ടപ്പെടുവാനിടയായി തീർന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഓർക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നാറുണ്ട്. കാരണം നമ്മൾ 2 പേരെയോ 3 പേരെയോ വളർത്തുന്ന ഇത് മറ്റുള്ളവരുടെ ഒരു പ്രചോദനത്തിനും കൂടെ ഞാൻ പറയുന്നത്. 2 പേരോ 3 പേരോ നമ്മൾ വളർത്തുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. എന്നാൽ ഈ 11 മക്കളെ വളർത്തി ഒരു ഭാഗത്താക്കാൻ 6 പെൺമക്കളായിരുന്നു. 6 പേരെയും മാന്യമായി തന്നെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയും എത്രമാത്രം വലിയത്. എൻ്റെ അപ്പനും അമ്മയും ദൈവത്തെ കണ്ടെത്തിയത് വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ അന്നത്തെ കാലത്തെ പരിഹാസവും നിന്നയും കേട്ടിട്ട് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ ഞങ്ങളെ പെന്തിക്കോസ് ആരാധനയ്ക്ക് മാത്രമേ വിടത്തുള്ളൂ. അതുകൊണ്ട് പോകും. വാക്യമൊക്കെ 150 വാക്യമൊക്കെ ഒരു നിപ്പി നിന്നുകൊണ്ട് ഞാൻ കാണാതെ പറയുമായിരുന്നു. ആരെൻ്റെ കൂടെ മത്സരിച്ചാലും അവരെ തോപ്പിക്കുമായിരുന്നു. അതായിരുന്നു നമ്മുടെ അന്നത്തെ ലക്ഷ്യം. PYPയുടെ സെക്രട്ടറിയായി അന്ന് രക്ഷിക്കപ്പെടണമെന്നോ സ്നാനപ്പെടണമെന്നൊന്നും ഇല്ലായിരുന്നു. സെക്രട്ടറി ആയിട്ട് സഭകളിൽ ഇരുന്നിട്ടുണ്ട്. സെൻറ്ററിൻ്റെ എന്ത് വേണോ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടെങ്കിലും സത്യം പറയട്ടെ, രക്ഷയുടെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല 16 വയസ്സ് വരെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1980 എൻ്റെ മാതാപിതാക്കൾ അവിടെ നിന്ന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നത് വിറ്റിട്ട് എൻ്റെ മൂത്ത ചേച്ചിയെ തൃശ്ശൂർക്കാണ് കെട്ടിച്ചിരിക്കുന്നത്. എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. എൻ്റെ മൂത്ത ചേച്ചി ഷാരോൺ ബൈ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ ചേട്ടൻ പാസ്റ്ററാണ്. മൂത്ത ചേച്ചി കെട്ടിയിരിക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്നത് പാസ്റ്റർ TG ഉമ്മനപ്പച്ചൻ്റെ അനുജൻ്റെ 2ാമത്തെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ തൃശ്ശൂർ താമസമായി അവിടെ സെറ്റിലായിട്ടുണ്ട്. ഇപ്പോഴും അവരവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടനല്ലായിരുന്നു, ഒരപ്പനായിരുന്നു. ഞങ്ങൾ സാങ്കുട്ടിച്ചാനെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഒരപ്പനെ പോലെ ആയിരുന്നു. പുള്ളി പറഞ്ഞു, ഒരു കാരണവശാലും അച്ചാച്ചാ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പ്രായമായി വരിക, ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ സ്ഥലങ്ങൾ മേടിച്ച് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും ഒരു അതിർത്തി പോലെയുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് 4 ഏക്കർ സ്ഥലം മേടിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അപ്പോൾ ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസമായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ നിർത്തിയിട്ട് പോകാം, നീ അവിടെ നിന്ന് പഠിക്കുക. കാരണം നിനക്കെങ്കിലും, കാരണം പാലക്കാട് വരുമ്പോൾ പിള്ളേരെ അടിക്കാൻ പോലും ഒരു ചുള്ളലില്ല.
അതുപോലത്തെ ഒരു സ്ഥലം, വെറും മരുഭൂമി പോലത്തെ സ്ഥലമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കൃഷി ചെയ്ത് കാര്യങ്ങളൊക്കെ നേടി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. അങ്ങനെ ഏതായാലും ഒരു എന്നാ കനാൻ ദേശം എന്ന് പറയാൻ പറ്റില്ല, ഒരു മരുഭൂമിയിലേക്ക് ഞങ്ങളെ അയച്ചതുപോലെയാണ് കടന്നു പോകുവാനിടയായി തീർന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യ ഇളയ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്, അവർക്കൊരു സഹായമാകും, അതുകൊണ്ട് നീ അവിടെ പഠിക്കുക, നിനക്കെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ അവിടെ ആക്കിയിട്ട് വരുവാനിടയായി. നമുക്കന്ന് എതിർക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നുമുള്ള ആ പ്രായമില്ല. പക്ഷേ അതോടുകൂടെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കാനിടയായി തീർന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അമ്മയുടെയൊക്കെ അടുക്കലേക്ക് കടന്നു വന്നു. തിരിച്ച് ഞാൻ ഇങ്ങനെ ഭാരത്തോടൊക്കെ ആയിരിക്കുമ്പോൾ 16-ാമത്തെ വയസ്സാണ്. 16-ാമത്തെ വയസ്സ്, ഇപ്പോൾ 15-ാമത്തെ വയസ്സിൽ ഞാൻ SSLCക്ക് എക്സാം എഴുതാതെ അവിടെ കടന്നു വന്നു. ഇപ്പോൾ പറ്റത്തില്ല, കാരണം 2 സ്റ്റേറ്റാണ്, ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലോട്ട് വരാൻ ബുദ്ധിമുട്ട്, TC വാങ്ങിച്ച് കൊണ്ട് ചേർക്കാം, പക്ഷേ എക്സാം എഴുതാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അന്നത്തെ കാലത്ത് അതൊന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നാൽ 16-ാമത്തെ വയസ്സിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിപ്പാനിടയായി. ഒരു ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. ഞാൻ രക്ഷിക്കപ്പെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ അന്നും അല്പമൊക്കെ പാട്ട് പാടുന്ന ഒരാളായിരുന്നു. ഇന്ന് പാടാൻ കഴിയില്ല കേട്ടോ, നമ്മൾ ഇന്നത്തെ പാട്ടും അന്നത്തെ പാട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അന്ന് ആത്മാവിൽ പാടുമ്പോൾ ഇന്ന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാട്ട് പാടാനും ശബ്ദമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കൺവെൻഷന് ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തി പാട്ട് പാടിക്കുന്ന സമയത്ത് 16-ാമത്തെ വയസ്സിൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നത് CK ദാനിയേൽ അപ്പച്ചനാണ്. CK ദാനിയേൽ അപ്പച്ചൻ ഞാൻ പാട്ട് പാടി വെളിയിൽ ഇറങ്ങിയപ്പോൾ താൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ലുങ്കി മാത്രം ഉടുത്ത് അവിടെ നിന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആരാണ് അവിടെ പാട്ട് പാടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിച്ചിട്ട് തെറ്റിച്ചോന്ന് അറിയാൻ വയ്യല്ലോ. അപ്പോൾ അപ്പച്ചനല്ലേ ചോദിക്കുന്നത്, അന്നൊക്കെ നമ്മൾ ഭയങ്കര ആദരവപൂർവ്വം കാണുന്നത് അവരെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാ പാടിയത് എന്ന് പറഞ്ഞ് ശബ്ദം താഴ്ത്തി പേടിച്ച് പറഞ്ഞു. എൻ്റെ തലയിലേക്ക് 2 കൈകളും താൻ വെച്ചിട്ട് എന്നെ അനുഗ്രഹിക്കാനിടയായി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത ഒരു 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 അവസ്ഥയായിരുന്നു എനിക്കന്ന്. എൻ്റെ 2 കൈയും എൻ്റെ തലയിൽ വെച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, നിന്നെ ദൈവം ഉപയോഗിക്കും എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ അന്നൊന്നും ഗണ്യമാക്കിയില്ല. എനിക്ക് അപ്പച്ചൻ്റെ തലയെ കൈവച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ഇറങ്ങാൻ എനിക്കിഷ്ടമില്ല. ഒന്ന്, എനിക്ക് പാസ്റ്ററുടെ ഭാര്യയാകാൻ ഇഷ്ടമില്ല. രണ്ടാമത്, ഈ വീടുകളിൽ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോഴത്തേന് കാലഘട്ടം മാറി വരിക. പാലക്കാടൊക്കെ ആണെങ്കിൽ ഹിന്ദുക്കളെ കൊണ്ട് നിറഞ്ഞതായ ദേശം. എവിടെ ചെന്ന് സുവിശേഷം പറയാൻ അടിക്കുമോ തിന്നുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് എന്നോട് സംസാരിപ്പാനിടയായി. ഞാൻ പറഞ്ഞു, ഈ പ്രായമായ പെൺപിള്ളേരെ, എൻ്റെ ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, എൻ്റെ ചേച്ചി സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്തു. ഞങ്ങൾ ഇരട്ട പോലെയായിരുന്നു, 2 വയസ്സിന് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇരട്ട പോലെയായിരുന്നു. അപ്പോൾ ചേച്ചി സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ഞാനിങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന സമയം അപ്പോൾ എന്നെ ഇവർ വീട്ടിലിരുത്തിയിട്ട് ഇവർ സ്നാനത്തിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അന്ന് രാത്രിയിൽ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ സങ്കേതത്തിലെ കൊച്ചമ്മമാരെന്ന് പറഞ്ഞ് സങ്കേതത്തിൽ താമസിക്കുന്ന അമ്മമ്മമാരുണ്ട്. അതിലൊരു കൊച്ചമ്മ എൻ്റെ അമ്മയുടെ ഒരു കസിനായിരുന്നു, ചിന്ന കൊച്ചമ്മ എന്ന് പറയും. ചിന്ന കൊച്ചമ്മ എന്നെ വിളിച്ചിട്ട്, കൺവെൻഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ചിന്ന കൊച്ചമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്നു, ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ സ്നാനപ്പെടില്ല, അതാണ് എൻ്റെ തീരുമാനം. പെടില്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുളത്തിൽ കൊണ്ടുപോയി നനഞ്ഞ തുണിയോടെ മുക്കിക്കയറ്റുന്ന ഇതൊക്കെ ഒരു അനാചാരമാണെന്ന് ചിന്തിച്ച ഒരു കാലം. അപ്പം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഞാനൊരു ഒരു നിരീശ്വരവാദിയാകുവാണോ ഒരു യുക്തിവാദിയാകുവാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ചിന്തകളിൽ ഇത് വരിക, കുറേ വായിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തകളിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനം എടുക്കില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നോട് ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ, ചത്താൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, കുഴിച്ചിടണം, അല്ലെങ്കിലോ നാറും.
ഇത് തന്നെയാണ് അവസ്ഥ. ഇത്രയും മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. സ്നാനപ്പെടാനൊന്നും എന്നെ നിർബന്ധിച്ചില്ല. അന്ന് രാത്രി ഈ വാക്കുകൾ എൻ്റെ ഉള്ളിലങ്ങ് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് സ്പർശിച്ച ഒരു വാക്കായിരുന്നു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല. ഞാനിങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന്, അന്നൊക്കെ ഈ ചെറിയ വീടുകളല്ലേ, അപ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലേ ഈ കിടക്കുന്നത്, ലൈറ്റില്ല, കറണ്ടില്ല, ഇതൊന്നുമില്ല. പക്ഷേ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അന്നാണ് പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ റോമാലേഖനം 6-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ അങ്ങ് വായിച്ചു. 1 പ്രാവശ്യം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു, 3 പ്രാവശ്യം വായിച്ചു. എനിക്കങ്ങ് കൊതി തീരുന്നില്ല. ഞാനൊരു 10 പ്രാവശ്യം അത് വായിച്ചു. ശനിയാഴ്ച രാത്രിയാണെന്ന് ഓർക്കണം. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ചേച്ചിക്ക് സ്നാനപ്പെടാൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ. ഞാൻ സ്നാനപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ ഞാൻ തേച്ച് മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചൻ എന്നോട് ചോദിച്ചു, നീ എവിടെ പോവാ? നീ ഇന്ന് വീട് കാവൽ, നീ ഇവിടെ ഇരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. കാരണം എൻ്റെ പാസ്റ്ററോട്, അന്ന് കെ രാജൻ എന്ന് പറഞ്ഞ പാസ്റ്ററാണ് സഭയിലുള്ളത്, പാസ്റ്ററോട് ഭയങ്കരമായിട്ട് വിഘടിച്ചിട്ട് പിണങ്ങി പാസ്റ്റർ ഒരു വഴിക്ക് വരുമ്പോൾ ഞാൻ വേറൊരു വഴിക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ രാവിലെ സമയം ഞാൻ ഇവരോടുകൂടെ ഒരുങ്ങിച്ചെന്ന് ഞാൻ സാക്ഷ്യം പറയാൻ നിന്ന്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, സ്നാനം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞ് സ്നാനത്തിനുള്ള ക്ലാസ് കൈക്കൊണ്ട് ഞാൻ സ്നാനപ്പെടാനിടയായി തീർന്നു. അങ്ങനെ സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം ഒരു വലിയ വിഷയമായി. കാരണം ഇന്ന് പറയുന്ന അന്യഭാഷകളൊന്നും അന്യഭാഷകളല്ലെന്നും പരിശുദ്ധാത്മാവ് അങ്ങനെ അല്ലെന്നും ഒരു പഠിപ്പീര് നമ്മുടെ കെ.ഒ. തോമസ് പാസ്റ്റർ, അല്ലെങ്കിൽ പി.ജി. മാസ്റ്ററുടെ പിതാവ്, ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. പുള്ളി ഒരു ബ്രദറൻകാരനാണ്. പുള്ളി ഞങ്ങൾ ഭയങ്കര അഗ്രഗണ്യനായ ഒരു മനുഷ്യനാണ്. കെ തോമസ് പാസ്റ്ററെ പോലെ തന്നെ ഇവരുടെയൊക്കെ പേര് പരാമർശിക്കുന്നതിൽ എനിക്ക് ഒട്ടും സങ്കോചമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അപ്പച്ചൻ ഇതെല്ലാം, കോമ്പാറ അപ്പച്ചനെന്ന് ഞങ്ങൾ വിളിക്കുന്നത്, കോമ്പാറ അപ്പച്ചൻ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ തലയിൽ കയറ്റിയിരിക്കുക. അപ്പോൾ ഞാനും പറഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം അത് ഇല്ല, അത് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ട്, അത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ബ്രദറിൻ്റെ ഉപദേശത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തൊടാനിടയായി. അതും 16 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെയാണ്. ഫെബ്രുവരി മാസം ഞാൻ സ്നാനപ്പെട്ടു. ഒക്ടോബർ മാസത്തിലാണിത് സംഭവിക്കുന്നത്. അപ്പോൾ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. അന്നത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ചപ്പം മുതൽ ഞങ്ങൾക്കാർക്കും ഭക്ഷണം തരാത്തതാ. അല്ലാതെ ഞങ്ങൾ മനസ്സോടെ ഉപവസിക്കുന്നതല്ല. ഞങ്ങൾക്കാർക്കും ഭക്ഷണം തരില്ല. ഞങ്ങൾക്കാർക്കും അന്ന് പുല്ല് പോലും പറിക്കാനായിട്ട് പുറത്ത് പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ ഉപവസിക്കാം, 3 ദിവസം ഉപവസിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്നാനപ്പെട്ടിട്ടിരിക്കുന്നയാ. 3 ദിവസം ഉപവസിക്കാൻ അതിനൊന്നും കുഴപ്പമില്ല. ഒരു ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് 2-ാം ദിവസം ആയപ്പോൾ ദൈവാത്മാവ് എന്നിലേക്ക് ഭയങ്കര പാപഭാരം അങ്ങ് വരുത്തി. കാരണം ഞാനൊന്നും വലിയ തെറ്റ് ചെയ്യില്ല. ചിലപ്പോൾ ചേച്ചി ഞാനും കൂടെ ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അവക്കിട്ട് ചിലപ്പോൾ ഒരു ഇടിയൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയും, പോളി നീടി, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അന്നൊന്നും ഒരു കാന്താരി ഒരിടത്ത് അടുത്ത പറമ്പിൽ നിന്ന് പറിക്കുന്നതൊന്നും പാവാണ്, നമുക്കറിയത്തില്ല. അങ്ങനെ വരെ പറിച്ചത് ദൈവാത്മാവിൻ്റെ കണ്ണിൻ മുമ്പിൽ കൊണ്ടുവരാനിടയായി. ഞാൻ അപ്പനെ അനുസരിക്കാത്തത്, അമ്മയെ അനുസരിക്കാത്തത്, അവരോട് എതിർത്തത്, ചേച്ചിയെ വഴക്ക് പറഞ്ഞത്, അവളെ ഇടിച്ചതും അടിച്ചതും എല്ലാം ദൈവാത്മാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ കരയാൻ തുടങ്ങി. കർത്താവ്, ഇതെല്ലാം പാപമാണെന്ന് ഞാൻ പറഞ്ഞ് കരയാൻ തുടങ്ങി. 2-ാമത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എല്ലാവരുടെയും കാലിൽ കെട്ടിപ്പിടിച്ച്, എനിക്കതൊന്നും ഒരു മടിയുണ്ടായിരുന്നില്ല. കാലിൽ
കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഞാൻ ഒത്തിരി കുറവുകളുള്ള ആളാണ്, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകിച്ചേ മതിയാവും. കാരണം അപ്പോഴത്തേന് എനിക്ക് ദാഹമായി. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം എന്നിൽ കിട്ടിയില്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊരവസ്ഥയിലേക്ക് കടന്നു വരാനിടയായി. അന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രിയിൽ തന്നെ ഞാൻ തീരുമാനമെടുത്ത് അന്ന് രാത്രിയിൽ തന്നെ ദൈവം എന്നിൽ പരിശുദ്ധാത്മാഭിഷേകം നിറയ്ക്കാനിടയായി. രാത്രി 12 മണി കഴിഞ്ഞു. ആ സമയത്ത് കൂടെ കിടക്കുന്നവരറിയാതെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ കയ്യും കെട്ടി ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നതെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ ഒത്തിരി ഒച്ചയിലൊന്നും ആരും കേൾക്കുന്നില്ല, ഒച്ചയിലൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ മലയാളമല്ല പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ അതിനകത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അങ്ങനെ മനസ്സിലാക്കി ഞാൻ അന്യഭാഷ അടയാളത്തോടു കൂടെ പരിശുദ്ധാത്മാവിൽ നിറയാനിടയായി. പിന്നെ അത് ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ, പിന്നെ 15 ദിവസത്തേക്ക് എനിക്ക് മലയാളം പറയാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തലേ ദിവസം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, സൂസനെ ദൈവാത്മാവിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു, കൃപാവരത്തോടു കൂടിയാണെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ എൻ്റെ ഉള്ള മൂഡ് പോയി. കാരണം ഇനി എൻ്റെ കർത്താവെ ഞാൻ ഇറങ്ങേണ്ടി വരുമോ? ഇതല്ലേ എതിർത്തല്ലേ നിൽക്കുന്നത്? ഒത്തിരി പ്രവാചകന്മാർ വന്ന് പറഞ്ഞ്, ദൈവദാസന്മാർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് എന്താ, ആയിരക്കണക്കിന് ആണുങ്ങൾ കിടക്കുമ്പോൾ, പുരുഷന്മാർ കിടക്കുമ്പോൾ എന്നെ എന്തിനാണ് ഇതിനകത്ത് ഇറക്കുന്നതെന്നാ എൻ്റെ ചോദ്യം അതാ. അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് നിറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു കുഞ്ഞാട് പോലെയായി. ഞാൻ ഒത്തിരി ശാഠ്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ കുഞ്ഞാട് പോലെയായി. എല്ലാവരോടും ക്ഷമ ചോദിച്ചു. നമ്മൾ തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റാണെന്ന് സമ്മതിക്കാൻ മനസ്സില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ എല്ലാവരോടും ക്ഷമ ചോദിച്ചു. എല്ലാവരോടും ദൈവസന്നിധിയിൽ നിരന്നു. അന്ന് രാത്രി ദൈവം പരിശുദ്ധാത്മാവിനെ എന്നെ നിറച്ചു. കർത്താവ് കൃപാവരതാവെന്ന് പറഞ്ഞല്ലോ എന്ന് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ എന്നേക്കാൾ മുമ്പ് എൻ്റെ ചേച്ചി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനായിട്ട് ഒരുങ്ങി ഉപവാസത്തോടെ ഇരിക്കുന്ന സമയമാണ്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. എൻ്റെ അടുത്താണ് അവൾ ഇരിക്കുന്നത്. കർത്താവ് പ്രാർത്ഥന ഇങ്ങനെ കഴിഞ്ഞ് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിക്കുക. കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, അവളുടെ മേൽ കൈവെക്കാൻ പറഞ്ഞു. ഞാൻ അവളുടെ തൊടയിൽ കൈവച്ചു. അവൾ ദൈവാത്മാവിൽ നിറയാനിടയായി. അന്ന് മുതൽ ഈ 38 വർഷം കൂടുതലായി, 38അല്ല 40 വർഷത്തോളമായി, 16ാമത്തെ വയസ്സിലാണ്, 40 വർഷത്തോളമായി ഇന്ന് വരെ ദൈവം വെളിപ്പാടിൻ്റെ ശുശ്രൂഷയിൽ എന്നെ നടത്തുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മഹത്വമല്ല, എൻ്റെ പുണ്യപ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ ദയൊന്ന് മാത്രം. ഞാൻ അന്ന് ഉടമ്പടി എടുക്കുവാനിടയായി തീർന്നു. കർത്താവേ, നീ എന്തു പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ആരോടെന്ത് പറയണമോ അത് പറയാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ അതിനു വേണ്ടി നിന്റെ കടിയറ വെക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കാനിടയായി. എന്നാൽ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 വർഷം ഭവനത്തിൽ നിൽക്കുവാനിടയായി. 1988 ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അതും ഈ പറഞ്ഞതുപോലെ ശാന്തമായ ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എനിക്ക് വേണ്ടി വേർതിരിയണം. എന്നോട് നേരിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എന്തു ഈ പറയുന്നത്? ഞാൻ എങ്ങനെ പോകും? എന്നെ വീട്ടുകാർ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വിടത്തില്ല. എന്നെ വീട്ടുകാർ സുശേഷ വേലയ്ക്ക് വിടില്ല. അതും ഒരു പെൺകുട്ടിയായിരിക്കുന്ന എന്നെ ഒരിക്കലും വിടില്ല എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. എന്നാൽ അന്ന് എൻ്റെ സ്വകാര്യ സമ്പാദ്യമായി ഒരു 110 രൂപ എൻ്റെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ അമ്മയൊക്കെ വാങ്ങിക്കും, പക്ഷേ എന്നാലും സ്വകാര്യ സമ്പാദ്യമായിട്ട് ശേഖരിച്ച് വെച്ചേക്കുന്ന, അന്ന് നമ്മൾ കാശ് ചിലവാക്കില്ലല്ലോ, പിന്നെ ശേഖരിച്ച് വച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി കർത്താവ് പറഞ്ഞു, നിന്നെയാണ് ഞാൻ വിളിച്ചത്, നീ മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കരുത്. ഈ സത്യത്തിൽ പറയാൻ പാസ്റ്റർ, ഈ വാക്യം എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും അന്നറിയില്ല. പക്ഷെ ദൈവം ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തോട് ഞാനൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വചനം പഠിക്കണം. അങ്ങനെ വചനം പഠിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വചനം പഠിക്കണമെങ്കിൽ ഞാൻ ഒരു ബൈസ്കൂളിൽ പോകണം.
ഏത് ബൈസ്കൂളിൽ ഞാൻ പോകണമെന്ന് നീ എന്നെ കാണിച്ചു തരണം, എന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നെ ബഥേലാശ്രമം, പ്രിയ ഏലിയാമ്മച്ചി, സാറാമ്മച്ചി ഒക്കെ ഉള്ള ബഥേലാശ്രമം എന്നെ കാണിച്ചു തരികയും ഞാൻ അവിടേക്ക് ഒരു കാർഡ്, അന്ന് ഈ മഞ്ഞ കാർഡാണ്, ആ കാർഡ് എടുത്തൊരു കത്തയച്ചു. നിങ്ങളുടെ ബൈസ്കൂളിൽ ചേർന്ന് പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എഴുതിയേക്കുന്നേ. അമ്മാമ്മ ഞാൻ അവിടുന്ന് വരുന്നത്, ഞങ്ങൾ അമ്മാമ്മയെന്നാണ് വിളിക്കുന്നത്, പെണ്ണമ്മാമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മാമ്മ ഞാൻ വരുന്നത് വരെ ആ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കത്തയച്ചു. പക്ഷേ അമ്മാമ്മ അടുത്ത പ്രാവശ്യം എനിക്ക് കത്തയക്കുന്നത് ഇന്നതാണ് വഴി, ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എഴുതിക്കുന്നു. എൻ്റെ കയ്യിൽ കാശില്ല. വീട്ടിൽ പറഞ്ഞപ്പോൾ പൊരിഞ്ഞ ബഹളമായി. അങ്ങനെ പോകാൻ സമ്മതിക്കില്ല. കാരണം അവർ വിവാഹം കഴിയാതെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു സംഘമാണ് ബഥേലാശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയാൽ ഞാനും വിവാഹം കഴിയാതെ നിൽക്കുമോ എന്ന് വെച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് വിളിച്ചത് ആർക്കെങ്കിലും പ്രചോദനമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവിടെ ചെന്നു. 110 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അച്ചാച്ചന് വണ്ടിക്കൂലി കൊടുത്തിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, അച്ചാച്ച എന്നെ വടക്കാഞ്ചേരി ബഥേലാശ്രമത്തിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ലാതെ, ഒരു വെള്ളസാരി പോലും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോയി. അവിടെ വെള്ളസാരി നിർബന്ധമാണ്. എൻ്റെ മൂത്ത നാത്തൂൻ, അത് പറയുന്നതിൽ എനിക്ക് ഒരു ലജ്ജയുമില്ല, മൂത്ത നാത്തൂൻ്റെ കല്യാണ സാരി എനിക്ക് തന്നു, വെള്ളസാരി തന്നു. ഞാൻ അത് ഉടുത്തു. മൂത്ത നാത്തൂൻ തന്നെ, അവരൊരു മോളാണ്. അപ്പോൾ മൂത്ത നാത്തൂൻ തന്നെ എനിക്ക് സാരി ഉടുക്കുന്ന പ്രായമായപ്പോൾ സാരി ഉടുത്ത് പഠിക്കാൻ തന്നു. ആ 2 ജോഡി ഡ്രസ്സുമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ സാരി നിർബന്ധമാണ്, പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ സാരി മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ മാറ്റി അത് ഉടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ 3 കൊല്ലം അവിടെ പഠിച്ചിട്ടിറങ്ങുമ്പോൾ, ബാക്കി കൊല്ലങ്ങൾ അവിടെ പഠിപ്പിക്കാൻ വാർഡനായിട്ട് BBSൻ്റെ നേതൃത്വത്തിൽ നിൽക്കാനൊക്കെ ദൈവമിടയാക്കി 7 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 23 സാരി ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ദൈവം പറഞ്ഞു, ഒരിക്കലും ഞാൻ അന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്കാണ്. നടന്ന് ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ ബസ് കയറാൻ നടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഞാനും ദൈവമായിട്ട് പറഞ്ഞ ഒരു ഉടമ്പടിയുണ്ട്. കർത്താവേ, ഞാൻ ഇറങ്ങുക, ഒരു സ്കാർഫ് പോലും ഞാൻ സ്വന്തം കാശിന് വാങ്ങിക്കത്തില്ല, വീട്ടിൽ നിന്ന് ചോദിച്ച് വാങ്ങത്തുമില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഞാൻ വീട്ടിൽ ചോദിക്കില്ല എന്നുള്ളൊരു തീരുമാനം ദൈവവും ഞാനുമായിട്ട്. ഞാൻ പറയട്ടെ, ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 31 കൊല്ലം കഴിഞ്ഞു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 38 വർഷമായി. ഇന്ന് വരെ ഒരു സഹോദരങ്ങളോട് പോലും എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അത് തരണം എന്ന് പറയാൻ ദൈവം എനിക്കിടയാക്കി തീർത്തില്ല. ദൈവം വിശ്വസ്തനായി എന്നെ പുലർത്തിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അങ്ങനെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. അന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് ഒരുപാട് എല്ലാം പറയാൻ പറ്റത്തില്ല. കൂടെയുള്ളവർക്ക് എല്ലാ രാത്രികളിലും ഒരുപാട് പേര് എൻ്റെ അടുക്കൽ വരും, പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടിയുള്ള വെളിപ്പാടുകളും ദൂതുകളും ഞാൻ കൊടുക്കും. അങ്ങനെ ഹൈസ്കൂളിലായിരിക്കുമ്പോഴും ദൈവം ഓരോ വീടുകൾ കാണിച്ചു തരിക. അവിടെ ചെന്ന് ക്യാൻസർ രോഗിയാകാം, ഒത്തിരി പേരങ്ങനെ സൗഖ്യമാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. ഒലവക്കോട് എൻ്റെ ഒരു ഉപ്പാപ്പനുണ്ട്, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. KM ജോർജ് എന്നാണ് പേര്, കൊലത്തെ. ഇപ്പോഴവരെല്ലാവരും അമേരിക്കയിലാണ്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പാപ്പൻ്റെ അവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഉപ്പാപ്പൻ പറഞ്ഞു, മോളെ ഞങ്ങൾ പോകുക, നീ ഈ ചർച്ചിൻ്റെ ചുമതല ഏറ്റെടുക്കണം. അങ്ങനെ 1.5 വർഷം, വിവാഹത്തിന് മുമ്പേ 1.5 വർഷം ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പരിധികളുണ്ട്. ഞാൻ ആശീർവാദം ഒരിക്കലും അന്ന് വരെ പറയാറില്ലായിരുന്നു. പിന്നെ സ്നാനം നടത്തിയിട്ടില്ല, തിരുവത്താഴം നടത്തിയിട്ടില്ല, പുരുഷന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുമില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതുവരെ ചെയ്യില്ല എന്നുള്ള തീരുമാനമാണത്. വചനത്തിന് വിരുദ്ധമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ്, ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം, അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയി 1.5 കൊല്ലം അവിടെ ഞാൻ സുവിശേഷ വേല ചെയ്തു. അനേക വ്യക്തികളെ ദൈവം എനിക്ക് തന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വന്നു. മാത്രമല്ല 150 കുഞ്ഞുങ്ങളുള്ള ചേരികളിൽ ചെന്ന്
ദൈവവചനം പഠിപ്പിക്കുവാൻ, അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിച്ച് അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ളൊരു വലിയ ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ചു. അത് ഞാൻ ചെയ്യുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് ഞാൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിവാഹാലോചന വരുവാനിടയാകുന്നത്. എൻ്റെ അനിയത്തിയെ കെട്ടിയിരിക്കുന്ന എൻ്റെ അനുജനാണ് ആദ്യമായിട്ട് എനിക്ക് വിവാഹാലോചന. ആദ്യമായിട്ടെന്നല്ല, ഒത്തിരി ആലോചനകളൊക്കെ വന്നു, പക്ഷെ ആരും കാണാൻ വരാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഇന്ന് സെൻട്രൽ പാസ്റ്ററായിട്ടിരിക്കുന്നത് വരെ എനിക്ക് വേണ്ടി ആലോചിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ദൈവഹിതമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനുജത്തിയുടെ ഞാൻ അമ്പലവയൽ ഏജിയിൽ പോയി പ്രസംഗിച്ചിട്ട് ഞാൻ അവിടെ എൻ്റെ സ്നേഹിതയുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അനുജൻ അവിടെ വന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നെ കാണുകയും ആ ചർച്ചിൽ തന്നെ കൂടുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു. എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, എടി നല്ല കുടുംബത്തിലെ നല്ല കൊച്ചനാണ്, നിനക്ക് സുവിശേഷ വേലയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല, അവന് ഇലക്ട്രിക്കൽ ജോലിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞു. ചെറുക്കനെ കാണാൻ നല്ല സുന്ദരനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനൊരു സുവിശേഷ വേലക്കാരന് മാത്രം, അത് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷ വേലക്കാരൻ മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കത്തുള്ളൂ. എനിക്ക് കർത്താവ് എന്നെ വിളിച്ചിറക്കിയതാണ്, അതുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ അന്ത്യം വരെ നിൽക്കണം, മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് മാത്രമേ നിൽക്കുള്ളൂ എന്ന് ഞാൻ പറയാനിടയായിട്ടുണ്ട്. എന്നാൽ വീട്ടുകാർക്ക്, എനിക്ക് താഴെ പെൺകുഞ്ഞുങ്ങളുണ്ട് 4 പേര്, അപ്പോൾ അവരെ കെട്ടിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളിൽ 5ാമത്തേതും പെൺമക്കളിൽ 3ാമത്തേതാണ്. കാരണം എനിക്ക് താഴെ ഞാനും കൂടെ കൂട്ടി ആളിനേലും ഇനിയും കെട്ടിക്കാൻ 4 പെൺപിള്ളേരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ഓരോന്നിനെ കെട്ടിച്ചെങ്കിലേ അവർക്ക് മതിയാവൂ, ആങ്ങളമാർക്ക് കെട്ടണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് നിർബന്ധം എൻ്റെ മേൽ വന്നു. പക്ഷേ ഞാൻ തന്നെ കല്യാണം ആലോചിച്ചു, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനുജത്തിക്ക് വേണ്ടി ഞാൻ അവനെ ആലോചിച്ചു. എന്നെ കെട്ടിക്കുന്നതിന് മുമ്പ് അനുജത്തിയെ കെട്ടിക്കാനിടയായി തീർന്നു. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. കാരണം ആരെങ്കിലും കല്യാണാലോചനയായിട്ട് വരുമ്പോൾ നിനക്കെന്തെങ്കിലും അസുഖം ഉണ്ടെന്നേ പറയുള്ളൂ, അതുകൊണ്ടാണ് ചേട്ടത്തിയെ കെട്ടിക്കാതെ അനിയത്തിയെ കെട്ടിച്ചതെന്ന് പറയും. അതൊന്നും അന്ന് ചിന്തിച്ചില്ല. പക്ഷേ ദൈവം എന്നെ അവിടെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കാനിടയായി. അതെല്ലാം എടുത്തു പറയാൻ എനിക്ക് പറ്റില്ല. പാഠങ്ങൾ പഠിപ്പിക്കാനിടയായി. എന്നെ ആ വഴികളിൽ കൂടെ കർത്താവ് കൊണ്ടുപോയി ശരിക്കും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും വ്യക്തമായി ദൈവം എന്നോട് മനസ്സിലാക്കാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1994 മാർച്ച് മാസം 6-ാം തീയതി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ വീണ്ടും സുവിശേഷ വേലയ്ക്ക് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഫെബ്രുവരി മാസത്തിൽ. മാർച്ച് മാസം 6-ാം തീയതി ഞാനിങ്ങനെ ഏകയായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി, വയനാട്ടിലുള്ള KM അന്നമ്മ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി എൻ്റെ അടുക്കൽ വരുവാനിടയായി. തനിക്കും നല്ല വെളിപ്പാടും ദർശനമുള്ളൊരു സ്ത്രീയാണ്. ഇന്ന് താനൊരു ഈ കൗൺസിലിംഗ് ക്ലിനിക്കൊക്കെ നടത്തുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. ദൈവാത്മാവ് വ്യക്തമായി ഇപ്പോൾ ഉള്ള പ്രിയ ജോൺ തോമസ് പാസ്റ്ററെ കാണിച്ചു തരാനിടയായി തീർന്നു. അങ്ങനെ വിവാഹാലോചന മുന്നോട്ട് പോയി. വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു. പക്ഷേ കുടുംബം പോയി അന്വേഷിച്ചു. നല്ല കുടുംബമാണെന്ന് മനസ്സിലായി. നമ്മുടെ ഒക്കെ ആൾക്കാർക്ക് അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയായി. എന്തായാലും വിവാഹം കഴിയാനിടയായി. അതിനു മുമ്പ് സോൾ വിന്നേഴ്സ് എന്ന് പറഞ്ഞ, അന്ന് എനിക്ക് തോന്നുന്നു ഡൽഹിയിലെങ്ങാണ്ട് ഉള്ള ഒരാളാണ്, ഒരു ഇതായിരുന്നു. അവർ പറഞ്ഞു, എനിക്ക് നല്ല ഒരു ശമ്പളം തരാം അവരുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഞാനും ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തത് ജൂൺ മാസത്തിന് മുമ്പ് വിവാഹത്തിൻ്റെ കാര്യം. അപ്പം ദൈവം എന്നോട് പറഞ്ഞേക്കുന്നത് മെയ് മാസം 30-ാം തീയതിക്കുള്ളിൽ നിൻ്റെ വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് നീ കടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയ് മാസത്തിൻ്റെ ലാസ്റ്റ് വരെ ആയപ്പോഴേക്കും എനിക്ക് ഒരു അറിവുമില്ല, ഒന്നുമില്ല. ഒരു വിവാഹത്തിൻ്റെ ഒരു ഇതുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ജൂൺ മാസം 1 നീ പറഞ്ഞ ഉവ്വ എന്നല്ലേ,
ഇല്ല ഇല്ല എന്നും ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ജൂൺ മാസം 1-ാം തീയതി സോൾ വിന്നേഴ്സുകാരുടെ കൂടെ സുവിശേഷ വേലയ്ക്ക് വടക്കേ ഇന്ത്യക്ക് പോകും. പിന്നെ ഞാൻ ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരില്ല. ഇതാണ് എൻ്റെ തീരുമാനം. ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കിടക്കുമ്പോൾ 29-ാം തീയതി രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ ഞങ്ങളുടെ മാതൃസഭയിലെ പാസ്റ്റർ വിളിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതൻ തേനിടുക്കിൽ ശുശ്രൂഷിക്കുന്ന IPCയിലെ പാസ്റ്ററാണ്. പുള്ളിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയാം. അങ്ങനെ പറയുന്നത്, നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നു. നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട്, അന്ന് ഞാനവിടെ ആരാധന നടത്തുന്ന സമയമാണ്, ഉച്ച കഴിഞ്ഞിട്ട് ആലത്തൂരിന് കടന്നു വരണമെന്ന് പറഞ്ഞ് എൻ്റെ ആങ്ങളയുടെ അവിടെ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ 3 ദിവസത്തെ ഉപവാസമായിരുന്നു, ഞാൻ ഒരുമാതിരി കോലം കെട്ട് നിൽക്കുക, ചെറുക്കം കാണാനൊന്നും പരുവത്തിലല്ല ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് ദൈവഹിതം അല്ലെങ്കിൽ മാറിപ്പോണം, അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കരുത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ കാണാൻ വരുന്നത്. കാണാൻ വന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് സെൻട്രൽ പാസ്റ്റർ ഇവരെ ആഞ്ഞിലിത്താനത്തിന് ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവുക. ഭയങ്കര പണക്കാർ അവരെ കാണിക്കാൻ കൊണ്ടുപോകുക. പക്ഷേ അച്ഛനെ ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ അടുത്ത് ആലോചന വന്നു. 94 ജൂലൈ മാസം 13-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്ട്രഗിളാണ് ഉണ്ടായത്. ഒന്നുമില്ലാത്ത അച്ഛന് 9 മുറിയുള്ള ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. വിലങ്ങന്നൂർ ടൗണിലായിരുന്നു. വലിയ ജമ്മികൾ പോലെ ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു. അവർക്ക് വീട് വരെ TPM ചർച്ചിന് വേണ്ടി വിട്ടുകൊടുത്തവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചിയും മോനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ വേറെയാണ് താമസിക്കുന്നത്. അച്ഛന് വീടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ആഴ്ച അച്ഛൻ ചേട്ടൻ ആ വീടങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഭൂമി വീടില്ല. എല്ലാം കണ്ടാണ് നമ്മൾ കെട്ടിച്ചതെങ്കിലും അങ്ങനെയില്ല. പക്ഷേ എനിക്കതിനകത്ത് അവരുടെ സ്വത്ത്, അവരുടെ വീട്, അതിനൊന്നും ഞാനൊന്നും പറയാനൊന്നും പോയിട്ടില്ല, വഴക്കുണ്ടാക്കാനും പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേനിടുക്കിൽ ഞങ്ങൾ വന്ന് താമസിച്ചു. ഞങ്ങൾ ഈ ലോകത്തിൽ വീടില്ലാത്തവരായി മുന്നോട്ട് പോയി. വലിയ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഞങ്ങൾ ഒരുപാട് ഒരു മരുഭൂമിക്കകത്ത് പോയതുപോലാണ് തേനിടുക്കിൽ 1 വർഷം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലങ്കോടേക്ക് അയക്കുക എന്ന് പറഞ്ഞു. വട്ടേക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രിയ ബാവുച്ചെറിയാൻ പാസ്റ്റർക്ക് ഒരു കൺവെൻഷൻ അടി കിട്ടിയ സമയമാണ്. അതിന് ശേഷമാണ് ശരിക്കും ശുശ്രൂഷയിൽ താൻ ശോഭിക്കാൻ തുടങ്ങിയത്. അത് നല്ലതായിട്ട് നമുക്കറിയാൻ പറ്റും. പിന്നെ ബാവുച്ചെറിയാൻ പാസ്റ്റർ അടിച്ച ആ സ്ഥലത്ത് ആരും പോകാനില്ലാത്ത ആ വട്ടേക്കാട് ഞങ്ങൾ പോയി പ്രവർത്തനം തുടങ്ങി. അവിടെ 15 സെൻറ്റ് സ്ഥലം പിന്നെ സഭയ്ക്ക് വേണ്ടി വാങ്ങിച്ചു. ഒരു സാറും ടീച്ചറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറ്റിയാടിയിലുള്ള ഒരു ടീച്ചറും. അത് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റർ KJ മാത്യു പാസ്റ്ററുടെ പെങ്ങളാണ്. ചേട്ടത്തിയുടെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മോളും. അതുപോലെ തന്നെ ചാലാമ്പാടത്തുള്ള ഒരു ജോണി മാഷും കൂടെ അവിടെ താമസിച്ചു. അവർ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ. അങ്ങനെ ഞങ്ങളവിടെ അവരുടെ വീട്ടിൻ്റെ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഹാളിൽ ആരാധന തുടങ്ങി. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ അവിടെ ആരാധനയ്ക്കുണ്ട്. അന്നൊന്നും ഒരു പ്രവർത്തനങ്ങളും ആ സ്ഥലങ്ങളിലില്ല. ഇന്ന് 120ഓളം ചർച്ചുകൾ അവിടെയുണ്ട്. നടന്ന് സുവിശേഷ വേല ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒറ്റ വീടും കവർ ചെയ്യാത്ത വീടുകളായിട്ടില്ല. കാരണം സുവിശേഷത്തിൻ്റെ ദർശനം അത്ര ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ചിലരെ തീയിൽ നിന്ന് വലിച്ചു കയറ്റണം, ആ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അന്ന് 10 രൂപ സ്വോത്രകാഴ്ചയുടെ സമയമാണ്. ഇന്നും 10 രൂപ ഇടുന്നവരുണ്ട്, ഇല്ലെന്നല്ല. 10 രൂപ സ്വോത്രകാഴ്ചയുടെ സമയം. 40 രൂപയെ അന്ന് സ്വോത്രകാഴ്ച ലഭിക്കത്തുള്ളൂ. എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങടെ മോൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ ഇളയ ആങ്ങളെ എൻ്റെ കൂടെ ഉണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടെ ചിലവ് കഴിയാൻ, വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വെറും 450 രൂപയാണ്. സ്തോത്രകാഴ്ച അന്നു മുതൽ അച്ഛൻ പറഞ്ഞു, സ്തോത്രകാഴ്ച എടുത്ത് ഉപയോഗിക്കില്ല. ആരാധന കഴിഞ്ഞ് ഈ സ്തോത്രകാഴ്ചയും കൊണ്ടാണ് പരസ്യത്തിന് പോകുന്നത്. ബാറ്ററി എടുക്കണം, ഓട്ടോറിക്ഷ വിളിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും പോയി പരസ്യയോഗം നടത്തുവാനിടയായി. ഒരുപാട് എതിർപ്പുകൾ വന്നു. അങ്ങനെ അച്ഛൻ്റെ സാക്ഷ്യമാണെങ്കിൽ ഞാൻ കയറി പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് അച്ഛനെയും ഈ ജോണി മാഷയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. ഇവർ വിചാരിച്ചു അന്നുകൊണ്ട് ഇവരെ കൊന്നെന്ന് വിചാരിച്ചു. ഇത്രയും നെറ്റി നിറച്ച് കുറിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ
വേലിക്കൽ വന്ന് അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ട് ഇവരെ കൈയാട്ടി വിളിച്ചു കൊണ്ടുപോയി. അയാളുടെ ഒരു വശം തളർന്നതായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നോക്കിയപ്പോൾ ദൈവങ്ങൾ മുഴുവനും ഉണ്ടവിടെ. 67 നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പുള്ളി 1 കിലോ സ്വർണം വാങ്ങിച്ച് വിവാഹം കഴിച്ച ആളാണ്. പക്ഷെ ഒന്നുമില്ലാത്തവനായി, എല്ലാം നശിച്ചവനായി, വലിയൊരു വ്യാപാരിയായിരുന്നു. അയാൾ പോകുവാനിടയായി. മുതലിയാർ എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ടതാണ്. ആ പുള്ളി അവിടെ വെച്ച് രക്ഷിക്കപ്പെടാനിടയായി. അങ്ങനെ അനേക ആത്മാക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മംഗൽ ഡാം എന്ന വീഴിലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അവിടെയും വന്ന് സ്ഥലം മേടിച്ചു. ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. ചർച്ച് വെക്കാൻ ഞങ്ങൾ 4 മണിക്ക് ഞാനും അച്ഛനും എഴുന്നേറ്റ് വരും. കരിങ്കൽ വരുമ്പോൾ ഈ എൻ്റെ തലയിൽ ചുമ്മിയാണ് അവിടെ ഓരോ കരിങ്കല്ലും ഉള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചെന്നു. അന്ന് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് 30 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് വീടില്ല താമസിക്കാൻ. ഞങ്ങളൊരു തേങ്ങാക്കൂട്ടിനകത്ത്, എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിൻ്റെ തേങ്ങാക്കൂട്, ഞങ്ങൾക്ക് അവിടെ വീട് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഹിന്ദുവിൻ്റെ തേങ്ങ പെറുക്കി 50,000 തേങ്ങ പെറുക്കിയിട്ടിരിക്കുന്ന ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടി ഒറ്റ വാതിലേ ഉള്ളതിന്, സമാപന കൂടാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്തിനു പോയാലും ഒറ്റവാട്, ബാത്റൂം ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് ഞങ്ങൾക്കവിടെ വീട് വേറെ കിട്ടാനില്ല. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് താമസിച്ച് വളരെ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാനിടയായി തീർന്നു. രാത്രിയിൽ ഞങ്ങളെ കൊല്ലാനായിട്ട് ആൾക്കാർ വന്നു. അവിടെയൊക്കെ ദൈവം എന്നെ വെളിപ്പാട് തന്ന് അവിടെ ഞങ്ങളെ നിർത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ദൈവം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇവിടുന്ന് പോകണം. ഹോളൊക്കെ കെട്ടി എല്ലാം ഏതാണ്ടൊക്കെ ആയി. ഞങ്ങളെ അവിടുന്ന് പറിച്ചു. അതിനോടിടയ്ക്ക് ഒരു സാക്ഷ്യം പറയാം. IPCക്കാരുടെ 10 രൂപ പോലും അതിനകത്തില്ല. എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം സ്ഥലം വേണം, ഞങ്ങൾക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ല, ആരാധിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഞാനും അച്ഛനും കൂടി ഉപവസിക്കാൻ തുടങ്ങി. 21 ദിവസമായപ്പോൾ ആ ദേശത്തുള്ള ഒരു അമേരിക്കക്കാരൻ, യാക്കോബക്കാരനായ ഒരു അച്ചായന് ദൈവം ദർശനം കൊടുത്തു. 15 സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള കാശ് ദൈവം ആ മനുഷ്യനിൽ കൂടെ ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. ഞങ്ങൾക്കറിയത്തില്ല, ഇന്നും ഞങ്ങൾ അയാളെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ എന്നെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ കെട്ടിടം എല്ലാം ശരിയാക്കി. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അന്ന് അച്ഛൻ്റെ വസ്തു വിറ്റിട്ട് ഞങ്ങൾ വാണിയമ്പാറയിൽ 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം മേടിച്ചു. റബ്ബറാണ്, 17 ഷീറ്റ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് മതി. കാരണം സുവിശേഷ പ്രവർത്തനം 1 രൂപ പോലും ഞങ്ങൾ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ തട്ടിമുട്ടി പോകുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഹോള് പണിയാനായിട്ട് തുടങ്ങി. ജോലിക്കാർക്ക് കൊടുക്കാൻ കാശില്ലാതെ വന്നു. ശനിയാഴ്ച അവർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ വന്നപ്പോൾ എനിക്ക് അന്നൊരു മോളേ ഉള്ളൂ. മോളെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ബൈക്കും എടുത്ത്, അന്ന് ബൈക്ക് മാത്രമേ ഉള്ളൂ, ബൈക്കും എടുത്ത് ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് പാലക്കാട് വരെ, എന്നെ ചിന്ന് ഇത്രത്തോളം വികസനമായിട്ടില്ല, ഒറ്റപ്പാതയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് വരുന്ന ഒറ്റപ്പാതയാണ്. അപ്പോൾ ഞങ്ങൾ ആ റോഡിൻ്റെ നടുക്കൂടെ ബൈക്ക് ഓടിച്ചു പോയി. കാരണം വൈകിട്ട് കൂലിക്കാർക്ക് കൂലി കൊടുക്കാനില്ല, ഇവിടെ ആരും തരാനില്ല, കിട്ടാനില്ല. ഞങ്ങൾ തിരിച്ചെങ്ങനെ വീട്ടിൽ പോകും? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങോട്ട് കൊണ്ടുപോയി ഇടിച്ചാൽ അത് ആത്മഹത്യയാകും, ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു വണ്ടി ലോറി വന്ന് കയറിയാൽ സാരമില്ല, ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ വരെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വഴി അവിടെ അന്ന് ഞാൻ പറയട്ടെ, ഒരു അതിശോക്തിയല്ല പറയുന്നത്, ആ NH കൂടെ ആലത്തൂരിൽ നിന്ന് NH കയറിയ സമയം മുതൽ കുഴൽമന്നം വരെ ഞങ്ങൾ നടുക്കൂടെ ബൈക്ക് ഓടിച്ചിട്ട് ഒറ്റ വണ്ടി എതിരെ വന്നില്ലെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മൂത്താങ്ങളയോട് പറഞ്ഞു. മൂത്താങ്ങള ഞങ്ങൾക്കറിയത്തില്ല ഈ മീറ്റർ പലിശയൊക്കെ എന്താണെന്നുള്ളത്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പലിശയ്ക്ക് കാശ് എടുത്തു തന്നു. കൂലിക്കാർക്ക് കൂലി കൊടുത്തു. വെറും 4,000 രൂപയാണ് നമ്മൾ വാങ്ങിച്ചത്. അത് 2 വർഷമായപ്പോഴേക്കും 80,000 രൂപയായി. ഞങ്ങളാകപ്പാടെ പ്രതികൂലത്തിൻ്റെ ഭയങ്കര ചവിട്ടിലായി. അങ്ങനെ പാസ്റ്റർ വിഷമിക്കുന്ന കണ്ടുകൊണ്ട് ഒരു കത്തോലിക്ക സ്ത്രീ, കാരണം അവരുടെ ഭർത്താവിനെ കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പാട് തന്നതാ. 1 മണിക്ക് മുമ്പ്
അയാളോട് ചെന്ന് സുവിശേഷം പറയണം. അന്ന് എനിക്ക് വേറൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസികളോട് പറഞ്ഞു, ജോസേട്ടനോട് പോയി സുവിശേഷം പറയണം, 1 മണിക്ക് മുമ്പ് നിങ്ങൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് മടിച്ചിട്ട് അവർ പോയില്ല. ആ 1 മണിക്ക് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് മരിച്ചു. അത് ആ മേരി ചേച്ചിക്ക് അറിയാം. മേരി ചേച്ചി അച്ഛൻ്റെ വിഷമം കണ്ട്, ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ തൻ്റെ കയ്യിൽ കിടന്ന 3 പവൻ്റെ വള 3 വള ഊരിത്തന്നു. പണയം വെച്ചിട്ട് പാസ്റ്റർ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് പണയം വെക്കാനോ പണയം എന്താണെന്നൊന്നും ഞങ്ങൾക്കന്ന് അറിയില്ല. ഞങ്ങളുടെ മൂത്ത സഹോദരൻ്റെ കയ്യിൽ കൊടുത്തു. മൂത്ത സഹോദരൻ കൊണ്ടുവച്ചു. പക്ഷേ പുള്ളി വിശ്വവാണിയുടെ ഇതിൻ്റെയൊക്കെ ആളായിരുന്നത് കൊണ്ട് പുള്ളി അവിടെ ഉണ്ടായിരുന്നില്ല. ലെറ്റർ വന്നപ്പോഴുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ലേലം ചെയ്തു പോയി. 3 മാസമായപ്പോഴേക്കും ലേലം ചെയ്തു പോയി. 3 മാസത്തേക്കാണ് വെച്ചതെന്ന് പറയുന്നു. 3 മാസമായപ്പോൾ ലേലം വന്ന് ചെന്നുപോയി. ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ലേലത്തിന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്താണ് നമുക്കറിയില്ല, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമുക്കറിയില്ലല്ലോ. എനിവേ ആ റബ്ബർ അങ്ങ് പച്ചയ്ക്ക് മുറിച്ച് വിറ്റ് അവർക്ക് ആഭരണം വാങ്ങിക്കൊടുത്തു. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ലാത്തവരായി ശൂന്യമായ കൈകളുമായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടാൻ പറഞ്ഞു, സ്ഥലം ചോദിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കട്ടപ്പനയിൽ ഒരു സഭയിലേക്ക് ക്ഷണിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവം എന്നെ അവിടെ ഒരാളെ കാണിച്ചു തന്നു. നിങ്ങൾ സുവിശേഷ വേല ചെയ്യാനാണെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്ന് ദൈവം പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ചർച്ച. ഞങ്ങൾ പിന്മാറി. അവിടുന്ന് ദൈവം പറഞ്ഞു, നിങ്ങൾ സ്ഥലം ചോദിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലം ഒരുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ തിരുവനന്തപുരത്ത് പെരുമ്പഴുതൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ടു. 5 കിലോ റേഷ്യൻ അരിയും 500 രൂപയും ഞങ്ങളുടെ കയ്യിലുണ്ട്. വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ 3 വെറ്റില ചവയ്ക്കുന്ന 3 സഹോദരിമാരുണ്ട് ആ സഭയിൽ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ കൊണ്ടുവന്ന ലോറിയും തിരിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. കുഞ്ഞുങ്ങൾക്ക് അന്ന് മോനുണ്ട്. അപ്പോൾ ഇതിനോടിടയ്ക്ക് ഞാൻ പറയാം, കൊല്ലങ്കോടായിരുന്ന സമയത്താണ് മോളെ ഗർഭിണിയാകുന്നത്. 4 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ ഞാൻ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. അന്ന് ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞ അച്ഛാ, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ കണ്ണിൽ കൂടെ ഇരട്ട് കയറി, ഞാൻ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 4 ദിവസമായിട്ടായി ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അത്ഭുതമാണ് ഞാൻ പറയാൻ പോകുന്നത്. ജീവിക്കാൻ പറ്റില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിൽ വന്ന് മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ സമയത്ത് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, നീ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പോയ ജോലിക്ക് ഞാൻ കടന്നു പോകും എന്ന് പറയാനിടയായി തീർന്നു. അച്ഛന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി കിട്ടിയത് അതിൻ്റെ കാർഡ് വലിച്ചു കീറിയിട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അതൊത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനത് പറയുന്നില്ല, എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഞാനിങ്ങനെ മയങ്ങിക്കിടക്കുക. ഒരു കട്ടൻ കാപ്പി കുടിക്കാനില്ലാത്ത അവസരമാണ്. ഒരു ഹിന്ദുക്കളുടെ ഇടയ്ക്കാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം അവർക്കൊന്നും അറിയാനും പാടില്ല, അറിയാൻ പാടുമില്ല, അറിയുമരുത്. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാനിങ്ങനെ തളർന്ന് കിടക്കുക. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എടീ എണ്ണീച്ച് വേണ്ട, നീ അപ്പം കഴിക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ അവിടെ താമസിക്കുന്നവർ ഈ മൺചട്ടിയൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അവർ ഹൈന്ദവരാണ്. അവരുടെയൊക്കെ അമ്പലം, ഓരോ വീട്ടിലും അമ്പലമുണ്ട്. അവരെനിക്ക് അപ്പവും കറിയും ഉണ്ടാക്കി കൊണ്ട് തന്നേക്കുക. ഞാൻ അമ്മച്ചിക്കും വിളമ്പി. ഞങ്ങളുടെ അമ്മ, എൻ്റെ അമ്മച്ചിയുണ്ട്, അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മച്ചിയുണ്ട്. അതുപോലെ തന്നെ ഞാനുണ്ട്, അച്ഛനുണ്ട്. അന്ന് വേറെ ആരുമില്ല, ഞാൻ ഗർഭിണിയാണ്. അവർക്കും വിളമ്പി കൊടുത്ത് ഞാനും തിന്നു. ഞാൻ വീണ്ടും കഴിച്ചപ്പോഴത്തേന് 4 ദിവസം കഴിക്കാതിരുന്നപ്പോഴത്തേന് എനിക്ക് വെപ്രാളവും പരവേശവും ഈ തളർച്ചയൊക്കെ അങ്ങ് കൂടി. ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞെടി, നീ എണ്ണിച്ച് ചോറ് വെക്കത്ത് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യന് വട്ടാണോ എന്തു ഈ പറയുന്നത്, ഒരു കുരിശ് അരിയില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ അച്ഛൻ പറയുന്നത്, ഞാൻ ആ മനുഷ്യനെ കണ്ടില്ല. അച്ഛൻ പറയുന്നത്, ഒരു മനുഷ്യൻ സഞ്ചി നിറച്ച അരിയും സാധനങ്ങളും അവിടെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതിവിടെ തരാൻ പറഞ്ഞു. ഇന്ന് വരെ പാസ്റ്ററേ ആ സഞ്ചി വാങ്ങിക്കാൻ ആ മനുഷ്യൻ വന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ അവരെ കണ്ടിട്ടുമില്ല. അച്ഛൻ പറഞ്ഞു, മുടി വളർത്തിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് തന്നു. ഞങ്ങളെ അങ്ങനെ അത്ഭുതകരമായിട്ട് ഒത്തിരി പ്രാവശ്യങ്ങളിൽ ദൈവം നടത്തിയിട്ടുണ്ട്. അത് ഒരു കഥ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ അത്ഭുതകരമായി ദൈവം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് 4 ചുറ്റും ഈ മതിലാണ്. ആ മതിൽ കൂടെ 4 ഭാഗത്തു കൂടെ BJP-ക്കാർ കയറി ചാടിക്കേറി ഞങ്ങളെ
ഇത് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ അവിടെ പാലക്കാടുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, രാവിലെ കുളിച്ചിട്ടേ തീ കത്തിക്കത്തുള്ളൂ. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ കുളത്തിലാണ് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് അവരാരും തുണി അലക്കിക്കത്തില്ല, ഈ ഹൈന്ദവരാണെങ്കിലും. പക്ഷെ ഞാൻ കരയിലിരുന്ന് സുവിശേഷം നല്ല വൃത്തിക്ക് പറയും. അപ്പോൾ ഇവരെല്ലാം ഞങ്ങളെ വീടുകളിലും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും. ഇവരെൻ്റെ തുണിയും കൂടെ അലക്കിത്തരും. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അങ്ങനെ പലരും പ്രാർത്ഥിപ്പാനായി കടന്നുപോയി സൗഖ്യം പ്രാപിച്ചു എന്നറിഞ്ഞപ്പോൾ ബി ജെ പിക്കാർക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ അതേ ബി ജെ പിക്കാരുടെ ഒരു വലിയ കോട്ടയാണ്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വന്നപ്പോഴേക്കും അച്ഛൻ എന്നോട് പറഞ്ഞു, അവർ വന്നു, വീട്ടിനകത്ത് വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് അവർക്ക് ചായ എടുക്കാൻ പറഞ്ഞു. ഞാൻ പഴംപൊരി ഉണ്ടാക്കി ചായ എടുത്ത് അവർക്ക് കൊടുത്തു. ലോക്യ സംഭാഷണം കഴിഞ്ഞ് ഇറങ്ങി. ഇനി എന്താ പറയാൻ പറ്റുക? നമ്മളെ അടിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരിറങ്ങിയപ്പോൾ പറഞ്ഞു, ഞങ്ങളെ മേളിൽ നിന്നുള്ള ഉത്തരവാണ്, നിങ്ങൾ തടയും എന്നുള്ളത് ഉറപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതിനേക്കാൾ മേളിലുള്ള ഒരാളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്, അതുകൊണ്ട് മൂപ്പര് പറയാമെന്ന് പാലക്കാട് പറയുന്നത് മൂപ്പര് പറയാതെ ഞങ്ങൾക്കും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ധൈര്യത്തോടുകൂടെ അവിടെ നിന്നു. സ്വർഗത്തിലെ ദൈവം അവിടെ ആത്മാക്കളെ തന്നു. അതിനുശേഷമാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് കടന്നു വരാനിടയായത്. ദൈവം അവിടെ വന്നപ്പോൾ എനിക്ക് അവർ പറയുന്നത് മനസ്സിലാകത്തില്ല, ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ നല്ല തൃശ്ശൂർ ഭാഷയായിട്ട് അവിടെ ചെന്നേ. അപ്പോൾ തിരുവനന്തപുരംകാരുടെ ഭാഷ ഞങ്ങൾക്കും മനസ്സിലാകത്തില്ല, ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകില്ല. ഞാൻ ഒരു മടാളം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരൊക്കെ ഈ വെട്ടുകത്തിക്കാണ് പറയുന്നത്. അവിടെ മടല എടുത്തുകൊണ്ട് വന്നു. അത്രയും വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ വന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ മോനെയും കൊണ്ട്. അപ്പോൾ മോന് 1.25 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞു. ഒരു കടമുറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ താമസിച്ചിട്ട് ദൈവം എനിക്കൊരു ദർശനം തന്നു, ഒരു വീട് കാണിച്ചു തന്നു. ആ വീട്ടിൽ ചെന്ന് ചോദിച്ചു. എന്തായാലും ആ വീട് ഞങ്ങൾക്ക് അഡ്വാൻസ് ഒന്നുമില്ലാതെ, ആരും ഇല്ലെന്ന് ഓർക്കണം സഹായിക്കാൻ, ഞങ്ങൾ അവിടെ ചെന്ന് വീട് അഡ്വാൻസ് ഒന്നും കൊടുക്കാതെ 500 രൂപയ്ക്ക് വലിയൊരു വീട് ഞങ്ങൾ ദൈവം തന്നു. ദൈവം എന്നെ കാണിച്ചു തന്ന സുബിനിലയം എന്നും പറഞ്ഞ് ഞങ്ങളവിടെ എല്ലാം തിരഞ്ഞു നടന്ന് കണ്ടതാണ്. വെളിപ്പാടിൽ തന്ന വീടാണ്. അവിടെ ചെന്നു താമസിച്ചപ്പോൾ ദൈവാത്മാവ്, എൻ്റെ അനുസരണക്കേടാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ 3 ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടെ ജീവിതം ആരംഭിക്കാൻ എന്ന് പറയാനിടയായി. അപ്പോൾ ഞാൻ ദൈവത്തോടൊരു കാര്യം, കർത്താവേ, ഇവിടെ CSIക്കാരാണ് ജീവിച്ചത്, അവർ മാസത്തിലൊരു കൺവെൻഷനൊക്കെ നടത്തുന്ന സ്ഥലമാണ്, അപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതനുസരിച്ചാണ് വന്നത്, പക്ഷേ ഈ 1 ലോറി സാധനം കൊണ്ട് അവിടെ ഇട്ടേച്ച് എനിക്ക് ഉപസിക്കാൻ പറ്റുമോ? കൊച്ചു 1.25 വയസ്സുള്ള കൊച്ചുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, അടുത്ത ആഴ്ച ഞാൻ ഉപസിച്ചോളാം എന്ന് ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയും ചെയ്തു. പക്ഷേ കർത്താവിൻ്റെ കുഞ്ഞിനെ അങ്ങ് തൊട്ടു. മോൻ 1.25 വയസ്സേ ഉള്ളവന് പാല് കുടിക്കില്ല, അവൻ വെള്ളം കുടിക്കില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ ഇപ്പോഴേ ഫാസ്റ്റ് സംസാരിച്ചത് ആ മോനുമായിട്ടാണ്. അപ്പോൾ അവൻ അങ്ങ് വലുതായി വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഞങ്ങളാകപ്പാടെ ഭാരപ്പെട്ടു. എവിടെ കൊണ്ടുപോകണമെന്നറിയില്ല. അവിടെ ഒരു സ്നേഹദീപം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. കോഴഞ്ചേരിയിലെ ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. എൻ്റെ കുടുംബത്തെ അറിയാവുന്ന ഡോക്ടേഴ്സാണ്. ഞാൻ അവിടെ ചെന്നു. അവരാകുന്ന പണിയൊക്കെ നോക്കിയിട്ട് ഒരു രോഗവും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനിടയായി. ഏകദേശം 3 മണി, അന്ന് KP യോഗന്നാൻ്റെ ഒരു വലിയ കൺവെൻഷൻ അവിടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന, നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമയമാണ്. അച്ഛനൊക്കെ അതിൻ്റെ ഉത്തരവാദികളൊക്കെയാണ്. അവിടെ നിന്ന് കടന്നു വന്നു. ഞങ്ങൾ 2 പേരും കൂടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞൻ്റെ മടിയിലിരുന്ന്. കണ്ണ് കൃഷ്ണമണിയൊക്കെ മറഞ്ഞു പോയി, കാലും കൈയും എല്ലാം നൂർത്തു വന്ന്. അതിന് മുമ്പ് ഒരു ചരിത്രമുണ്ട്. എനിക്ക് മക്കൾ ഉണ്ടാവില്ല, രണ്ടാമതൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞു. 98-ൽ ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരാളാണ്. അന്ന് എന്നെ ജീവനിൽ ദൈവം വിടുവിച്ചതാണ്. എനിക്കിത് എല്ലാം കൂടെ പറഞ്ഞു വന്നിട്ട് പറയാൻ പറ്റിയിട്ടില്ല. 98-ൽ എനിക്കൊരു ട്യൂബ് പ്രഗ്നൻസി വന്നു. എൻ്റെ ട്യൂബ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് കട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, അതും ഒരു കോഴഞ്ചേരിക്കാരി ഡോക്ടർ, ആലിസ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയത്.
എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് നടന്ന് ഞാൻ മരിച്ചതുപോലെയാണ് അവിടെ ചെന്നത്. അവർക്ക് ബ്ലഡ് എടുക്കാൻ നോക്കിയപ്പോൾ ബ്ലഡ് കുത്തിയെടുത്തപ്പോൾ അവർക്ക് കിട്ടിയത് വെള്ളമാണ്. അതുപോലെ അത്രയും ബ്ലഡ് ഇല്ലാത്ത ജീവച്ഛവമായിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോകാനിടയായത്. അന്ന് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. മോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് എൻ്റെ മൂത്ത നാത്തൂനോട് പറഞ്ഞു, ഒരു കാരണവശാലും ആർക്കും കൊടുക്കരുത്, അവളെ നിങ്ങൾ വളർത്തണം. എനിക്കറിയാം ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് ഒരു ജനുവരി മാസമാണ്. അച്ഛൻ കുമ്പനാട് കൺവെൻഷന് വന്നിരിക്കുന്ന സമയമാണ്. ദൈവാത്മാവ് അച്ഛനെ തോന്നിപ്പിച്ചു. അച്ഛൻ ടെറസിൻ്റെ മേളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്നു, ജോൺ തോമസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യ സൂസൻ ജോൺ അത്യാസന്ന നിലയിലാണ്, എത്രയും വേഗം തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ എത്തണമെന്ന്. എന്നെ അപ്പോഴത്തേനും വീട്ടുകാരെല്ലാം ചെന്നു, എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവർ നോക്കുമ്പോൾ എൻ്റെ പ്രഷർ 35. എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ഡോക്ടർ ചോദിച്ചു എന്താ ജോലിയെന്ന്. ഞാൻ പറഞ്ഞു പാസ്റ്ററുടെ ഭാര്യയാന്ന് പറഞ്ഞു. എന്നാ കീറിക്കോ എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത്രയും മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എന്തായാലും അവരെന്നെ കീറി ഓപ്പറേഷൻ ചെയ്തു. ബ്ലഡ് എങ്ങനെ തന്നെന്നോ എന്തൊന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞു അതൊക്കെ മെഡിക്കൽ എത്തിക്സിൻ്റെ ലാസ്റ്റ് കൈകളാണ് നിനക്ക് വേണ്ടി ചെയ്തതെന്ന്. പിന്നീട് ഡോക്ടർ എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയല്ല, പോയ വഴിക്ക് കാറിൽ നിന്ന് മറിഞ്ഞു വീണ് എൻ്റെ കൈയുടെ ഈ എല്ല് പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. അത് 3 മാസം കെട്ടിയിടണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സാധ്യത കുറവാണ്, ഒരു മോളുണ്ടല്ലോ, എനിക്കും ഒരു മോനേ ഉള്ളൂ, എന്നെ ആശ്വസിപ്പിക്കുക. അതുകൊണ്ട് ഒരെണ്ണത്തിനെ നന്നായി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുക സൂസ. എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു കുഞ്ഞുണ്ടാകാൻ സൂസന് സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ ചേട്ടന് 3 പെമ്മക്കളാണ്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം. ഞാനൊരു രാത്രിയിൽ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ആ കട്ടിലുണ്ട്, ആ കട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് ഞാൻ താഴെ ഇറങ്ങി മുട്ടുകുത്തിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ അബ്രഹാമിൻ്റെ ദൈവമാ അല്ലേ, കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മക്കളെ കൊടുക്കാൻ മതിയായവനാണ് നീ. അന്നൊക്കെ ഭയങ്കര വിശ്വാസവസ്ത്രേ. അപ്പോൾ എന്തു ചെയ്തു, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഞാൻ കൈ ഉയർത്തി ദൈവസന്നിധിയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പറഞ്ഞു, കർത്താവേ എനിക്കൊരു ആൺകുഞ്ഞിനെ ആവശ്യമാണ്, വേണം എന്ന് പറഞ്ഞു. കർത്താവ് ആ സെക്കൻഡിൽ എൻ്റെ മടിയിൽ നല്ലൊരു ആൺകുഞ്ഞിനെ കൊണ്ടുതരാൻ ഇടയായി തീർന്നു. ഞാൻ വിശ്വസിച്ചു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കുറച്ച് കളിയൊക്കെ ആക്കിയെങ്കിലും പക്ഷേ അത് അങ്ങനെയായിരുന്നു. അപ്പം തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, സൂസ കൺസീവ് ആയെന്നറിഞ്ഞാൽ ഉടനെ വരണം, അടുത്ത ട്യൂബിലാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്നെ അതിശയം എന്ന് പറയട്ടെ, ഞാൻ കൺസീവ് ആയി എന്നറിഞ്ഞു 1 മാസം കഴിഞ്ഞു. ഒന്നര മാസമായപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ നേരത്തെ പോലൊരു വേദന എനിക്ക് വരാനിടയായി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അടുത്ത ട്യൂബിലാണ്. ഡോക്ടർ പറഞ്ഞു അത് ഇപ്പോഴാണ് മെഡിസിൻ കൊണ്ടത് കഴിയും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഒരു കാരണവശാലും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമുക്കത് മെഡിസിൻ വെച്ച് കളയാമെന്ന് പറഞ്ഞു. ഞാൻ നോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം സ്കാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അടുത്ത ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞു. പരുവായിട്ടില്ലാത്തതുകൊണ്ട് അടുത്ത ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിരുന്നു. എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കർത്താവേ നീ ഒരു കാര്യം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാണ് അല്ലേ, ഒരു കാര്യം നീ ചെയ്താൽ അത് അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നീ എനിക്ക് ആൺകുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞെങ്കിൽ തന്നിരിക്കും, അതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ സ്തോത്രം ചെയ്തു. എന്തായാലും അടുത്ത ബുധനാഴ്ച പോയപ്പോൾ ഫാസ്റ്റർ ആരും വിശ്വസിക്കില്ല, എൻ്റെ ട്യൂബ് 2 റെഡി, പ്രഗ്നൻസി യൂട്രസിനകത്ത്. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് അന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മയങ്ങി വീഴുന്നൊരവസ്ഥ, ഭക്ഷണമില്ല, ബാത്റൂം ഇല്ലാത്തിടത്താണ് താമസിക്കുന്നത്, വെള്ളമില്ലാത്തിടത്താണ്, 1/2 മണിക്കൂർ വേണം ഒരു കുടം വെള്ളം കൊണ്ടുവരണമെങ്കിൽ, അങ്ങനെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ ദൈവം എന്നെ നിർത്തി. ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു ബൈക്ക് യാത്ര ചെയ്യരുത്, ബെഡ് റെസ്റ്റ് ആണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കന്ന് സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ ഒരിക്കൽ ഒരിടത്ത് പോയപ്പോൾ ഒരു 5 രൂപ കിട്ടി.
ആ 5 രൂപയ്ക്ക് ഈ വേലി, അന്നൊക്കെ കൊല്ലങ്കോടെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ വേലിയിലാണ് കപ്പത്തണ്ട് വേലി വെച്ചിട്ട് വർഷങ്ങളായിട്ടാണ് പറിച്ചെടുക്കുന്നത്. അവർ ചുമ്മാ ചന്തയെ കൊണ്ട് വെക്കുന്നത്, അത് തിന്നാൻ കൊള്ളില്ല എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ നമുക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ 5 രൂപ കൊടുത്ത് മുള്ളമ്മീനുണ്ടല്ലോ അതും മേടിച്ച് ഈ 5 രൂപ ബാക്കി കൊടുത്ത് ഈ കപ്പയും മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി, ഈ കപ്പയും മീനും എല്ലാം ബസ്സിനകത്ത് അങ്ങ് പോയി. പിന്നെ അവിടെ കിടന്ന് പെറുക്കുക. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം അത്ഭുതം പ്രവർത്തിച്ച ഒത്തിരി കാര്യങ്ങൾ, അവിടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി, ഒത്തിരി പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് മകനെ ലഭിച്ചത്. ആ മകനാണ് 1.25 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായി എൻ്റെ അനുസരണക്കേട് കാരണമാണ് എന്നുള്ളത്. എനിക്ക് പിന്നെ നമുക്ക് അന്നേരം മനസ്സിലാകത്തില്ല, പിന്നെ മനസ്സിലാക്കാനിടയായി തീർന്നത്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ റൂമിനകത്ത് കയറി, എൻ്റെ ബെഡ്റൂമിനകത്ത് കയറി മുട്ടുകുത്തി 2 കൈയും മേലോട്ട് അങ്ങ് ഉയർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തന്നതാണെങ്കിൽ എനിക്കിവനെ ജീവനോടെ തരണം, നിനക്ക് വേണ്ടിയിട്ടുള്ളവനാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം മഞ്ഞപ്പിത്തം വന്ന് വീണ്ടും കടുത്ത് അവൻ മരിച്ച മകനായിരുന്നു. എനിക്ക് എൻ്റെ അച്ചാച്ചനെ കാണണമെന്ന് പറഞ്ഞു. അച്ചാച്ചൻ പെട്ടെന്ന് എസ്റ്റേറ്റിൽ നിന്ന് ഓടി വന്നു. അവനെ എടുത്ത് തല മടിയിൽ വെച്ചപ്പോഴേക്കും അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരവസ്ഥയുണ്ടായി. അന്ന് അമ്മ ഇതുപോലെ കട്ടിലിൻ്റെ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് ദാനമായി തന്നതാണ്, ഞാൻ നേർച്ച കാഴ്ചയൊന്നും വെച്ച് കിട്ടിയ കുഞ്ഞുങ്ങളല്ല, നീ എനിക്ക് ദാനമായി തന്നു, നീ എടുക്കുന്നതിന് എനിക്കൊരു, അമ്മ പ്രാർത്ഥിക്കുന്നതാണ്, കൊച്ചു മരിച്ചു കിടക്കുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്ന, നീ തന്നു, നീ എടുക്കുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അവനെ എടുക്കാൻ പറ്റില്ല. കാരണം കുറുവടിയുമായും കല്ലുമായും അവിടെ ആൾക്കാർ, തിരുവനന്തപുരത്ത് ആൾക്കാർ മുറ്റത്ത് നിൽക്കുക, മോൻ മരിച്ച അപ്പ കൊന്നുകളയൊന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു. അമ്മ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഉള്ളിൽ വിശ്വാസമായി കിടപ്പുണ്ട്. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഒരു വാക്യം തന്നു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ ലഭിച്ചു. ഇങ്ങനെ ഒരു വാക്യം അത്രമാത്രം എന്നോട് പറഞ്ഞു. ഭയങ്കര ധൈര്യവും ആത്മാവിനാൽ നിറഞ്ഞു ഞാൻ ഓടി വന്ന പൈതലിനെ അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചു എടുത്തു. ഞാനവന് വെള്ളം കൊടുക്കാൻ തുടങ്ങി. പക്ഷെ വെള്ളം കുടിക്കില്ല, ഈ പല്ലെല്ലാം കോർത്തു പോയി. അങ്ങനെ വെള്ളം കുടിക്കില്ല. ഞാൻ സ്പൂണിട്ട് ഇങ്ങനെ കുത്തിത്തിരികെ കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ 4 ദിവസമായി വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് പട്ടിണിയാണ്, ഒന്നുമില്ല, നമ്മൾ ആരോടും പറയത്തില്ല. അപ്പോഴും നമ്മൾ ട്രാക്റ്റുമായി പുറത്ത് പോകുന്നുണ്ട്. വിശ്വാസികൾ വരുന്നവർക്കൊക്കെ ദർശനം തരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഒരു ദർശനം തന്ന ഒരു വാർഡ് പ്രസിഡൻറ്റിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനെ ആ സമയത്ത് ആശുപത്രിയിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് സഡൻലി വിടുതലായിട്ട്, ഇവൻ്റെ അതേ പ്രായമുള്ള സഡൻലി വിടുതലായിട്ട് മടങ്ങിപ്പോയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ഈ മരണം നടക്കും. 2-3 മണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു. പക്ഷേ ദൈവം എനിക്ക് വലിയ ധൈര്യം തന്നു. ഞാൻ കയ്യിലെടുത്ത് വെച്ച് അവനെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. കുറച്ച് നേരം സ്തോത്രം ചെയ്തു. സ്തോത്രം എന്നല്ലാതെ വേറെ ഒരു വാക്കും എൻ്റെ വായി വന്നില്ല. ഞാൻ സ്തോത്രം ചെയ്ത് ആത്മാവിൽ നിറഞ്ഞിരിക്കുക. സ്തോത്രം ചെയ്ത് വെള്ളം കൊടുത്തു. എന്തായാലും വേണ്ടില്ല, കുറച്ച് ഒരു 6-7 സ്പൂണ് കൊടുത്തപ്പോൾ അവന് ഇങ്ങനൊന്ന് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം ആ ഗ്യാപ്പിൽ അവന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ പറയട്ടെ പാസ്റ്റർ, സഡൻലി വിടുതലെന്നൊക്കെ പറയുന്നത് അതാണ്. പെട്ടെന്ന് അവൻ ആദ്യ രൂപം പോലെയായി, സൗഖ്യമായി. കർത്താവ് അവനെ സൗഖ്യമാക്കി. ഉടനെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പേ എനിക്ക് വിശക്കുന്നു, 4 ദിവസമായി എൻ്റെ കുഞ്ഞുവെല്ലാം കഴിച്ചിട്ട്, ഒന്നും കൊടുക്കാനില്ല. പപ്പ ഒരു ബക്കറ്റ് വാങ്ങിച്ചു തരുമോ പപ്പയെന്നാണ് ചോദിക്കുന്നത്. പപ്പ പൊട്ടിക്കരഞ്ഞു പോയി. ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാനുള്ള കാശില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു, പപ്പ ഒരു മുട്ടായെങ്കിലും വാങ്ങിച്ചു തരുമോ? 4 ദിവസം ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞാന്ന് ഓർക്കണം. അച്ഛനങ്ങ് വിഷമമായി. അച്ഛൻ അവിടെ എല്ലാം തപ്പിപ്പിറക്കി, ദൈവത്തിൻ്റെ കരുതലാണ് ഞാൻ പറയുന്നത്, തപ്പിപ്പിറക്കി നോക്കിയപ്പോൾ 2.25 പൈസ കിട്ടി. അതും എടുത്ത് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു
ഭിക്ഷക്കാരൻ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് പറയാം, സാറേ എന്തെങ്കിലും തരണേന്ന്. അയാൾക്ക് 25 പൈസ കൊടുത്തു. അച്ഛൻ 25 പൈസയ്ക്ക്, അന്ന് കൊച്ചും ഞങ്ങളുടെ പെങ്കൊച്ചും ചെറുതല്ലേ, 3 വയസ്സിന് മുകളിലേ ഉള്ളൂ, അവൾക്ക് 4-4.5 വയസ്സേ, 4 മുക്കാൽ 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ 25 പൈസയ്ക്ക് 3 മുട്ടായി മേടിച്ചുകൊണ്ട് വന്നു. വന്നപ്പോൾ കടക്കാരനൊരു സംശയം, ഈ പാസ്റ്റർ വന്ന് 25 പൈസയ്ക്ക് എന്താ മുട്ടായി മേടിച്ചേ? കടക്കാരൻ ആവശ്യത്തിനുള്ള സാധനവുമായി അച്ഛൻ്റെ പുറകെ വന്ന് സാധനങ്ങൾ കൊണ്ടുകൊടുത്തു. അങ്ങനെ ആ വഴിയിൽ കൂടെ ദൈവം അത്ഭുതകരമായി ഒത്തിരി പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാനതാ പറഞ്ഞേ, 1.5 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടൊന്നും തീരുന്ന സാക്ഷ്യമല്ല. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ അത്ര അധികമാണ്. അങ്ങനെ ചെയ്തു ദൈവം. അപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. കാണിച്ചപ്പോൾ പറഞ്ഞു 1.25 ലക്ഷം രൂപ കെട്ടിവെക്കാമെങ്കിൽ ഇപ്പോൾ ഇവനൊരു ഓപ്പറേഷൻ ചെയ്യാം. പക്ഷെ ഓപ്പറേഷൻ ചെയ്താൽ അവൻ ഒരിക്കലും എഴുന്നേൽക്കില്ല, മന്ദബുദ്ധിയായി അവൻ മലന്ന് കിടക്കത്ത് മാത്രമേ ഉള്ളൂ, മരിക്കുമ്പം അത് കൊണ്ട് കുഴിച്ചിട്ട് അത്രയേ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം കത്തിവെക്കാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു. മന്ദബുദ്ധിയാകുമെന്ന് പറഞ്ഞ പൈതലിന് ദൈവം 10ാം ക്ലാസ്സിൽ 93% മാർക്ക് കൊടുത്ത് പാസ്സാകാനിടയായി. അവൻ യൂറോപ്പിൽ പോയി ഡിഗ്രി പഠിച്ചു, കടന്നു വന്നു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അവനെ 5ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ദൈവം അവനിന്ന് വളരെ നന്നായി സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരാണ്. അതും കൂടെ ഒന്നും പറയാതെ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം നടത്തി. എനിക്ക് വെളിപ്പാടിൽ കൂടെ ഞങ്ങൾ പൂവാറെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി 16 വർഷം മക്കളില്ലാതിരുന്ന ഒരു കിണറിന് പ്രാർത്ഥിച്ച് സ്ഥാനം കാണാൻ വേണ്ടി പോയതാ. പക്ഷെ 16 വർഷം മക്കളില്ലാതിരുന്ന ഒരു കുടുംബത്തിന് അവർ പോകാമെന്നിടത്തെല്ലാം പോയി. കുടുംബത്തിന് ദൈവം മക്കളെ കൊടുത്തു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഈ കഴിഞ്ഞ മാസം വരെയും ദൈവം തന്ന വെളിപ്പാട് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അനേക കൺവെൻഷനുകളിൽ പ്രസംഗിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്കിടയാക്കി തീർത്തു. മാത്രമല്ല 5ഓളം രാജ്യങ്ങളിൽ പോയി സുവിശേഷ പ്രവർത്തനങ്ങൾ തന്നെയല്ല ശുശ്രൂഷകൾ നിർവഹിക്കാൻ കർത്താവ് എനിക്കിടയാക്കി തീർത്തു. ഇന്ന് ഞാൻ IPCയുടെ കേരള സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയി, വിമൻസ് ഫെലോഷിപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്നുവെങ്കിൽ ദൈവമാണ് എന്നെ ആ സ്ഥാനത്താക്കുവാനിടയായി തീർന്നത്. ഞാൻ എൻ്റെ ഏകദേശം 18ാമത്തെ വയസ്സ് മുതൽ ലേഡീസിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ തുടങ്ങിയതാണ്. ഇതുവരെയും അങ്ങനെ പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവിടേക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തത് എനിക്ക് പറയാനുണ്ട്. കല്ലിശ്ശേരിയിൽ വീട് വാങ്ങിച്ചതടക്കം എല്ലാ കാര്യങ്ങളും ഒത്തിരി പറയാനുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ സമയം പോരാത്തത് കൊണ്ട് ഞാൻ അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇവിടെ കടന്നു വന്നു. ഞങ്ങൾ 25 വർഷം പൂവാറെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഈ പെരുമ്പഴുതൂരിൽ നിന്ന് ഞങ്ങൾ ദൈവം ദർശനം തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്നോടൊരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ദൈവം പറഞ്ഞു, തെക്കൻ ജില്ലയുടെ തെക്കേ അറ്റത്ത് നിന്നെ അയക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഇവിടെ എന്തോടുക്കാനാ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കരയുക ദൈവസന്നിധിയിൽ. കരഞ്ഞിട്ട് ദൈവത്തോട് ഞാൻ പറഞ്ഞു. പക്ഷേ ദൈവം അവിടെ ഞങ്ങളെ 25 വർഷം നിർത്തി, സ്ഥാപനമായി, സ്ഥലമായി. പക്ഷേ ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ മാസത്തിൽ ആ സ്ഥലവും ഞങ്ങൾ തന്നെ അധ്വാനിച്ച കെട്ടിടമാണ്. ആരുടെയും 10 പൈസ വെളിയിൽ നിന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ലഭിച്ച കാശ് കൊണ്ടാണ്. സഭയുടെയോ IPCയുടെയോ ഒന്നും കാശ് അതിനകത്തില്ല. പക്ഷേ ആ സ്ഥലവും കെട്ടിടവും ഏകദേശം 50 ലക്ഷത്തിൻ്റെ സാധനം സഭയ്ക്ക് കൊടുത്തിട്ട്, സൗജന്യമായി കൊടുത്തിട്ട് കടന്നു വരാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഞങ്ങളുടെ തൃശ്ശൂരെ സ്ഥലം വിറ്റ് ഞങ്ങളിപ്പോൾ കല്ലിശ്ശേരിയിലൊരു കൊച്ചു വീട് വാങ്ങിച്ചു. 10 സെൻറ്റ് സ്ഥലവുമായി വാങ്ങിച്ചു. സന്തോഷകരമായി മാവേലിക്കര വെസ്റ്റ് സെൻട്രൽ IPC ചുനക്കര ചർച്ചിൽ സഭാ ശുശ്രൂഷയിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂട്ടിപ്പോകുന്ന ഒരു ചർച്ചായിരുന്നു അത്. ഞങ്ങളോട് സെൻട്രൽ പാസ്റ്റർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ ചാർജ് എടുത്തത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ആവശ്യമാണ്. അതിനു വേണ്ടി ഞങ്ങൾ എടുത്ത ചർച്ചാണ്. അനേക കൺവെൻഷനുകളിൽ ഇവിടെ തന്നെ പ്രസംഗിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. അച്ഛനും അതുപോലെ നല്ല ശുശ്രൂഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചില്ല. പഠിക്കുവാനും പഠിപ്പിക്കുവാനും അനേക ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം എന്നെ ഉപയോഗിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. എന്നിൽ തന്നെ ഒരു കഴിവും ഇന്ന് വരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ദൈവം നമ്മെക്കൊണ്ട് തക്ക സമയത്ത് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പ്രസിദ്ധയായ ഒരാളൊന്നുമല്ല. പക്ഷേ കർത്താവിന് വേണ്ടി വീറോടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്നും
ഇറങ്ങിയ തീഷ്ണതയോടുകൂടെ നിൽക്കാനാണ് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മരിക്കണമെങ്കിൽ മരിക്കുക കർത്താവിന് വേണ്ടി, അതായിരുന്നു എൻ്റെ തീരുമാനം മുഴുവനും. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഇനി ഒരു കൊച്ചു സാക്ഷ്യം കൂടെ പറയട്ടെ. മോനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവൻ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാൻ ബഹ്റിനിലേക്ക് കടന്നു പോകാനിടയായി. അവിടെ ഒരു വ്യക്തിയോട്, AG ചർച്ചിലുള്ള ഒരു വ്യക്തിയോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, ജീവഹാനി വരാതിരിപ്പാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാത്രി 12 മണിയാണ്. ഞാൻ ആ കുടുംബമായി ഒരുമിച്ച്, എനിക്ക് തന്ന വെളിപ്പാടിനെ കുറിച്ച് പറയുക, കുടുംബമായി ഒരുമിച്ച് അവരുമായി കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ച കർത്താവെ, ജീവനെ തൊടാൻ പിശാചിന് അധികാരം ഇല്ല, അതുകൊണ്ട് ദൈവം അത് മാറ്റിക്കളയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ലക്ഷക്കണക്കിന് വിലയുള്ള വലിയ പുതിയ വണ്ടിയായിരുന്നു, അത് തകർന്ന് തരിപ്പണമായി പോയി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ അച്ചായനും അമ്മാമ്മയ്ക്കും ഒരു കേടും വരാതെ വേറെ ഒരാളെ ഇടിക്കാൻ ചെന്ന ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ ആളും അവിടുന്ന് രക്ഷപ്പെടാനിടയായി. അങ്ങനെ വലിയൊരു ഇതിൽ നിന്ന് ഞാൻ വിടുവിക്കുന്ന ആ സമയത്ത് ഞാൻ വേറൊരു പ്രത്യേക കാര്യത്തിന് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ബഹ്റിനിലേക്ക് കടന്നു പോയത്. ഒരു മർത്തോമക്കാരനാണ് എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നത്. അങ്ങനെ അവിടെ ചെന്നു. ഒത്തിരി പേർക്ക് വിടുതലുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. ദൈവം ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. നമ്മളിൽ തന്നെ നമുക്കൊന്നുമില്ല, പക്ഷേ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മോൻ ഒരു കാഴ്ച കണ്ടു. ആ സഭയിൽ കടന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. കാരണം ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഇനിയെങ്കിലും ഒരു നല്ല സഭയിലൊക്കെ ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ, എന്നാൽ അതിനേക്കാൾ എനിക്ക് പറയുന്നതിനൊന്നുമില്ല, ആത്മീയമായിട്ടും ഭൗമികമായിട്ടും ഒക്കെ ഭയങ്കര ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു സഭയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കരഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ അയക്കുന്നതിന് ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. അവൻ അമ്മ ചെറുതാണ്, പക്ഷെ മോൻ വലിയൊരു മോനെ മരിച്ചവനായി ഈ ചർച്ചിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കരയുന്ന ഒരവസ്ഥ കണ്ടു. അവൻ പപ്പയോട് പറഞ്ഞു, പപ്പേ, ഇങ്ങനെ ഒരാളിവിടെ വരും, അവർക്ക് വിടുതൽ കിട്ടിയാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇതിനകത്ത് നടക്കുമെന്ന് പറയാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ കാഴ്ച കണ്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു സഹോദരിയും ഒരു മകനും, 22 വയസ്സുള്ളൊരു മകനുമായി അവിടെ കടന്നു വരുവാനിടയായി തീർന്ന. എല്ലാവർക്കും, സഭയിലുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് 16-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് മിണ്ടാതായിപ്പോയി. നല്ലതായിട്ട് പഠിച്ചുകൊണ്ട് +1 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന് വയലൻ്റായി അപ്പനെയും അമ്മയും കാണുന്നവരെയൊക്കെ അടിക്കുന്ന ഭയങ്കര പ്രശ്നമായി പോയി. അങ്ങനെ പ്രശ്നമായി അവർ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടിട്ട് 6 വർഷം അവരിനി പോകാനൊരിടയുമില്ലാത്ത ഒരവസ്ഥയിൽ ചർച്ചുകൾ കയറിയിറങ്ങി. അതുപോലെ തന്നെ പോകാമെന്നിടത്ത് എല്ലാവരും പോയി, പക്ഷെ ഒരു വിടുതലുമില്ല. അങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് ഇനി അവർക്ക് കൊണ്ടിടാൻ കാശുമില്ല. ഒരു വസ്തു വരെ വിറ്റ് ആ കുഞ്ഞിനെ ചികിത്സിച്ചിട്ട് ഒരു കുറവുമില്ലാതെ വന്നപ്പോഴാണ് അവർ കൊണ്ടുവരാനിടയായി. ആരോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാനിടയായി. അങ്ങനെ കൊണ്ടുവരാനിടയായതാ. എന്നാൽ ഇന്ന് ആ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ ആരാധന നടക്കുന്നുണ്ട്. ചില ജീവിതങ്ങളെല്ലാം അവിടെ കടന്നു വരുന്നുണ്ട്. അത് മാത്രമല്ല, ജീവിതങ്ങൾ കടന്നു വരുന്ന മാത്രമല്ല, പൈതലിന് കഴിഞ്ഞ ഞായറാഴ്ച ഇന്നലെയും ആരാധനയ്ക്ക് വന്നു. വലിയ മാറ്റം. ഇതുവരെ 6 മാസത്തിൽ കൂടുതലായി ഞങ്ങൾ കണ്ടെത്തിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഹോസ്പിറ്റലിലോ മരുന്നിനോ പോകേണ്ടി വന്നില്ല. കർത്താവ് വലിയ വിടുതൽ കൊടുക്കുവാനിടയായി. എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും, മോളാണെങ്കിലും ഫിസിയോതെറാപ്പി പഠിച്ച് അവൾ കേംചെറിയാൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു. അവൾ തൻ്റെ ഭർത്താവ്, ഞാനതൊക്കെ പറഞ്ഞല്ലോ, 3 കുഞ്ഞുങ്ങളാണ്. അവളുടെ ഭർത്താവ് സൗദിയിൽ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മോനും ഉണ്ട്. എനിക്ക് 2 മക്കളും മോനും. അതിൻ്റെ കൂടെ ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. എൻ്റെ കൊച്ചുങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ ജോൺ തോമസ്. അതുപോലെ തന്നെ മോൻ്റെ പേര് എബിസൺ ജോൺ തെക്കേതിൽ എന്നാണ്. മോളുടെ പേര് ഷിൻസി ജോൺ തെക്കേതിൽ എന്നാണ്. എൻ്റെ മോളുടെ ഭർത്താവിൻ്റെ പേര് ഫിന്നി സാം എന്നാണ്. അവനും ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെയും ദൈവം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യകരമായുള്ള കാര്യം. ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അവർ ഞങ്ങളോട് കൂടെ നിന്നു. ഞങ്ങളുടെ സുവിശേഷ വേലയ്ക്ക്
ഏറ്റവും പ്രയോജനകരമായി എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം തന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് അനേക കുഞ്ഞുങ്ങളെ ഇതിനേക്കാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. പാസ്റ്ററെ, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഒന്നോ രണ്ടോ 3 മണിക്കൂറുകളിൽ പറഞ്ഞാൽ തീരില്ല. അതുപോലെ ദൈവം ഓരോ സ്ഥലങ്ങളിലും അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരാൾ പോലും വേറൊരു സഭയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും പഴയ സഭയിൽ ഇരിക്കുന്നത്. അതിനു മുമ്പ് എല്ലായിടത്തും പുതിയ പ്രവർത്തനങ്ങൾ, സ്ഥലങ്ങൾ അങ്ങനെയായിരുന്നു. അവിടെയൊക്കെ ദൈവം സമുദായത്തിൽ നിന്നും ഹൈന്ദവരിൽ നിന്നുമുള്ളവരെ സൗഖ്യമാക്കിയും അത്ഭുതങ്ങൾ ചെയ്തും, ഞാൻ പറയാം, ഒരു മാസം 14 പേരുടെ ഭൂതം വരെ ഇളകി മാറി. അതും 10-60 എണ്ണം. നമ്മൾ പ്രാർത്ഥിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴേക്കും 10-60 എണ്ണം പ്രാർത്ഥിച്ച് മാറുന്ന ഒരവസ്ഥയിൽ അങ്ങനെയുള്ളവരെയാണ് ദൈവം കൊണ്ടുവരാനിടയായി തീർന്നത്. നിലനിൽക്കുന്ന വിശ്വാസികളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. എനിക്ക് ഇത്രയും വർഷങ്ങളോടിടയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഒത്തിരി വലുതാണ്. അതിന് വലിയൊരു മായി നിന്നത് ഞാൻ പഠിച്ച ബഥേൽ ആശ്രമമാണ്. കാരണം അവിടെയാണ് എന്നെ തീഷ്ണതയോടെ സുവിശേഷ വേല ചെയ്യാൻ എൻ്റെ അമ്മാമ്മമാരെന്നെ പഠിപ്പിക്കുവാനിടയായത്. ഇന്നും ജീവിതവും അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി നിൽക്കുവാനും ആ ഒരു ട്രെയിനിങ് എനിക്ക് വലിയ വിലയേറിയതാണ്. ഈ ലോകത്തിൽ നിന്ന് എന്നെ ട്രെയിൻ ചെയ്ത അമ്മമ്മമാരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും സ്നേഹത്തോടെ വലിയ അഭിമാനത്തോടെ ഞാൻ ഈ ദിവസങ്ങളിൽ അവരെ ഓർക്കുന്നു. എൻ്റെ അപ്പനായി എൻ്റെ അമ്മയായിട്ടൊക്കെ ഞാൻ വലിയ പ്രതികൂലങ്ങളുടെ കൂടെ കടന്നു പോയപ്പോൾ എന്നെ വിശ്വാസത്തിൽ നിർത്തി സുവിശേഷ വേലക്കാരിയാക്കി തീർക്കാൻ അവർക്ക് ഏറിയൊരു പങ്കുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്തെ പോലുള്ളൊരവസ്ഥയല്ല ഇന്ന് ഞാനത് ഇത് പറയുന്നത്. ഒരു പ്രചോദനത്തിന്, എന്നെ കേൾക്കുന്ന പ്രചോദനത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ ഒരു ആത്മീയ ലോകമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രക്ഷിക്കപ്പെടുന്നവർ ചിരിച്ചോണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്? അന്ന് ഞങ്ങൾ നിലവിളിച്ചോണ്ടാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പാപബോധമുണ്ടായൊരു രക്ഷ ഇതിലേക്ക് വരണം. ഇന്ന് ലോകവും സഭയും എല്ലാം ഒരുമിച്ച് കിടക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് പാസ്റ്ററെ. അത് ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് അത് ഉപകാരപ്രദമാകുമെങ്കിൽ ആകട്ടെ എന്നോർത്ത് ഞാൻ പറയുകയാണ്. നിത്യതയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്, നിങ്ങൾ പണക്കാരാകാൻ ബന്ധപ്പെടരുത്. കാശൊക്കെ വരും പോകും, പക്ഷേ നിത്യത ഒരിക്കലും നഷ്ടപ്പെടുന്ന കാശ് നമുക്ക് വേണ്ട. അങ്ങനെ കാശ് നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഈ ലോകത്തിൽ നിന്നൊന്ന് മാറ്റപ്പെട്ടു പോകും. ഞാൻ പറയാം എന്നെ കർത്താവ് വിളിച്ചപ്പോൾ എനിക്ക് തന്ന 2 വേദഭാഗം ഞാൻ പറയാതിരുന്നാൽ അത് ഈ സാക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമാകത്തില്ല. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നു. ഞാനൊന്ന് വായിച്ചോട്ടെ പാസ്റ്ററെ. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നെ വിളിച്ചിറക്കിയപ്പോൾ ദൈവം തന്ന 2 വാക്യങ്ങളാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ച് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്കാർഫ് പോലും വാങ്ങാൻ വീട്ടിൽ നിന്ന് പണം ചോദിക്കില്ല. സ്ത്രീധനം ചോദിച്ച് വരുന്നവർക്ക് ഞാൻ എൻ്റെ കൈ നീട്ടി കൊടുക്കില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു കുറേ തീരുമാനങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കർത്താവ് പറഞ്ഞ ഒരു വേദഭാഗം എന്നെ വിളിച്ചിറക്കിയപ്പോൾ ഞാൻ ബൈസ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ദൈവം തന്നൊരു വാക്യമാണ്. രണ്ടാമത് ഞാൻ ചോദിച്ചു, എന്നാ കണ്ടോണ്ടാണ് ഞാൻ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ഒരു വാക്യം കൂടെ ഉണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, മോശ ചെയ്തതുപോലെ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് പാസ്റ്റർ. 2 പ്രാവശ്യം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. ഈ 98-ൽ ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്.
കർത്താവ് എന്തിനാ എനിക്ക് നീ ഇത് തന്നേന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ ബന്ധനം സുവിശേഷത്തിന് കാരണമാകണം, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകണമെന്ന്. ആ ഗൈനി വാർഡിൽ കിടന്നിട്ട് എനിക്ക് ചിലരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഇടയാക്കി. ഇന്നും അവർ വിശ്വാസികളായിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അവസ്ഥയായിരുന്നു അവിടെ ഏറ്റവും ശോചനീയമായ അവസ്ഥ. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ചില വിടുതലുകൾ തരുവാനാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. രണ്ടാമത് ഞാനിതുപോലെ 2017 UAE കടന്നുപോയി. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് 3 മാസം കടന്നു വരുന്ന ഉടനെ വീട്ടിൽ വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ഒരു ഡെങ്കുപ്പനി വരാനിടയായി. എൻ്റെ കൗണ്ട് താഴെ 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 വന്ന്, എനിക്കറിയില്ല ഇതെന്താണെന്ന്, നമുക്കിതുവരെ വന്നിട്ടില്ലല്ലോ, താഴെ വന്ന് 8000-ലേക്ക് എത്തി. ഞാൻ ഹോമോസ്റ്റേജിലേക്ക് പോയി. എനിക്ക് ഷുഗർ നോക്കിയപ്പോൾ 700 അതുവരെ ഷുഗർ ഇല്ലാത്ത ഒരാളാണ് എനിക്ക്. ഷുഗർ 700, ബ്ലീഡിങ് അതുപോലെ. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നവർ എന്നെ ഏറ്റവും ഈ ഒബ്സർവേഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നവർ എടുത്തുകൊണ്ട് പോയി, മരിച്ച് അവരുടെ ബോഡി എടുത്തുകൊണ്ട് പോയി. അടുത്ത ഊഴവൻ്റേതാണ്. എല്ലാവരും കൈവിട്ടു. ഫാസ്റ്റ് അന്നേരം ഒരാളോട്, ഒരു ദൈവദാസനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ സൂസന് തീരെ വയ്യ. പാസ്റ്ററെ, അപ്പോഴും ഓർക്കണം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതിന് എൻ്റെ കുടുംബത്തിലുള്ള 50 പേര് ഞങ്ങൾക്കെതിരാണ്. 3 കൊല്ലം ഒരു ഫോൺ കോൾ പോലും ചെയ്ത് ആരും ചോദിച്ചില്ല നിങ്ങൾ എവിടെയുണ്ടെന്ന്. പക്ഷേ കർത്താവ് അയച്ചതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്താൽ പിടിച്ചു നിന്നു. ഒരാൾ പോലും ആ വ്യക്തി, ഞാനിപ്പോഴും എൻ്റെ സഹോദരങ്ങളും എല്ലാ സഹോദരങ്ങളും എൻ്റെ അടുത്ത് വരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ വെള്ളം വരുമെന്ന് പറഞ്ഞ് പേടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി. അതൊക്കെ ശരിയാണ്. ഞങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിന് ഒരു പിണക്കവും ഞങ്ങൾക്കില്ല. പക്ഷേ ദൈവം തമ്പുരാൻ ഞങ്ങളെ ചിലർക്കിത് പാഠമാകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ദൈവം തമ്പുരാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ മറ്റുള്ള കൊമ്പുകളൊക്കെ വെട്ടുന്നൊരു സമയമുണ്ട്. അത് എന്താണെന്ന്, ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുന്നത് എന്താണെന്ന് പഠിച്ച ഒരു വ്യക്തിയും ദൈവം എന്നെ പഠിപ്പിച്ച ഒരു വ്യക്തിയുമാണ് ഞാൻ. അങ്ങനെ നിംസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ മരണത്തോട് മല്ലടിക്കുന്ന സമയം വേറൊരു ദൈവദാസനെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സൂസനെ കിട്ടത്തില്ല, പാസ്റ്ററെ ധൈര്യത്തോടെ ഇരിക്കുക, ദൈവം എന്താ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഫാമിലിയിൽ ഇട്ടു, ഇതുപോലെ സൂസൻ അത്യാസന്ന നിലയിലാണെന്ന് പറഞ്ഞു. ആരും വിളിച്ച് ചോദിച്ചൊന്നുമില്ല. പക്ഷേ അവർ ധൈര്യത്തോടെ നിന്നു. മക്കളും 2 പേരും മക്കളുടെ കൂട്ടുകാർ, അവരാണ് ബ്ലഡ് തരുന്നത്. ഈ പ്ലേറ്റ്നെറ്റ് കയറ്റിക്കൊണ്ടിരിക്കണമല്ലോ, പക്ഷെ കയറ്റിയിട്ടൊന്നും കൂടുന്നില്ല. അങ്ങനെയായി KC തോമസ് പാസ്റ്റർ ഭാര്യയൊക്കെ വന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. പക്ഷേ എനിക്കിവരുടെ ശബ്ദം കേൾക്കാമെങ്കിലും എനിക്കിവരെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും ഈ ലോകത്തോട് മാറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടൊരു ദർശനത്തെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നത്. എൻ്റെ അടുക്കലേക്ക് നല്ല വെളുത്ത് തിളങ്ങുന്ന ഒരു വെള്ള ജൂബ പോലൊരു സാധനമിട്ട് ഒരാൾ എൻ്റെ അടുക്കലേക്ക് വന്നു. അച്ഛനല്ലെന്ന് എനിക്കറിയാം, കാരണം അച്ഛൻ ഇച്ചിരി കളർ കുറഞ്ഞ ഒരാളാണ്. പക്ഷെ നല്ല വെളുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര വെളുപ്പുള്ള ഒരാൾ വന്നിട്ട് ഒരു കൊച്ചുങ്ങളെ, ഇപ്പം പ്രസവിച്ച കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചും മലത്തിയും ഒക്കെ കിടത്തത്തില്ലേ, അതുപോലെ എന്നെ അവിടെ നിന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതാരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് പറഞ്ഞു, എനിക്കൊന്ന് ചരിഞ്ഞ് കിടക്കണമെന്ന് ഞാൻ പറയാം. ഞാൻ ദർശനത്തിലാണ് കാണുന്നത്. ഞാൻ ചരിഞ്ഞ് കിടക്കണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എന്നെ ചരിച്ചു കിടത്തി. അങ്ങോട്ട് ചരിച്ചു കിടത്തണമെന്ന് പറഞ്ഞപ്പോൾ ചരിച്ചു കിടത്തി. അങ്ങനെയായി പെട്ടെന്ന് തന്നെ എനിക്കൊരു വലിയ മാറ്റം വന്നു, വിടുവിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത് കർത്താവ് തൻ്റെ ദൂതനെ അയക്കുക. ഈ സമയങ്ങളിലൊക്കെ, ഈ മരണത്തോട് മല്ലടിച്ച സമയങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിനൊരു കാര്യം ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞെങ്കിൽ സന്തോഷത്തോടെ. പിന്നെ ഒരു ഭാരം എനിക്കുണ്ടായിരുന്നു, എൻ്റെ മോളെ കെട്ടിച്ചില്ല എന്നുള്ള ഭാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ കുഞ്ഞിനാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എടാ അമ്മമാർ മരിച്ചു പോയ പെൺപിള്ളേരെല്ലാം കെട്ടിക്കാതിരിക്കുവാണോ? അല്ല, കർത്താവ് അവരുടെ കാര്യം നോക്കിക്കോളും. നീ ഉണ്ടെന്നും പറഞ്ഞ് കെട്ടിക്കാൻ ഉറപ്പുണ്ടെന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നോട് കർത്താവ് ചോദിക്കുക. അതുകൊണ്ടൊക്കെ എനിക്ക്
കർത്താവ് സംസാരിക്കുന്ന സന്തോഷം കൊണ്ട് ഞാൻ പറയുന്ന പാസ്റ്ററെ, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഇറങ്ങിയാൽ നമ്മൾ പതറിപ്പോകുവാനിടയാകത്തില്ല. പക്ഷേ ഇന്ന് നാം കാണുമ്പോൾ ഈ വിശ്വാസ കോളത്തിൽ ഒത്തിരി ചതിവുകളും ഒത്തിരി ഭാരമുണ്ട്, ഒരുപാട് വേദനയുണ്ട്. രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ഒരുപാട് ചതിവുകളും ഒരുപാട് പറ്റിക്കലുകളും ഒരുപാട് വിശ്വാസ എന്തെന്ന് പറയുക, ഒരു വിശ്വാസമില്ലാത്ത വിശ്വാസ ജീവിതം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. കാരണം അത്ര തീഷ്ണതയോടും തീരുമാനത്തോടും കൂടെയൊക്കെ ഇറങ്ങി തിരിച്ച നമുക്ക് എവിടെയും ഓരോരുത്തരൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഈ 38 കൊല്ലം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല പാസ്റ്ററെ, ഒരു വക ഉണ്ടാക്കിയിട്ടില്ല. കർത്താവിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് പേർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമായിരിക്കുന്നത്. കർത്താവ് രക്ഷിക്കപ്പെട്ട ശേഷം ഇതുവരെയും ദൈവത്തെ മാത്രം മുൻനിർത്തി മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. വെളിപ്പാട് തന്നതനുസരിച്ച് ദൈവം ശുശ്രൂഷയ്ക്ക് അയക്കുന്നിടത്ത് മാത്രം ഇന്ന് വരെ ഒരു ശുശ്രൂഷ ചോദിച്ചു വാങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. അയക്കുന്നിടത്ത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഒരു കാര്യം പറയട്ടെ, ഈ 38 വർഷം കൊണ്ട് ഇന്ന് വരെ പറഞ്ഞ ഒരു ദൂത് പോലും പാളിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ നിർത്തി ദൈവം പറഞ്ഞത് മാത്രമേ അറിഞ്ഞു. ഞാനത് ഉറപ്പോടെയാണ് പറയുന്നത്. ദൈവം പറഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ വലിയ വലിയൊരു പ്രശംസയല്ല, വലിയൊരു ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ വലിയൊരു അടുപ്പമുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം സംസാരിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, 16 വർഷം മക്കളില്ലാത്തവർക്ക് അനേകർക്ക് ദൈവം കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊടുക്കാനിടയായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. എന്നെ ഈ സാക്ഷ്യത്തിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്തൃദാസനോടുള്ള നന്ദി ഞാൻ ഹൃദയംഗമായി പറയുന്നു. കർത്താവ് പിന്നെയും ധൈര്യമായി നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഓൺലൈനിലോ അല്ലാതെയോ വീഡിയോയിലോ കേൾക്കുന്ന ദൈവജനത്തോട്, എൻ്റെ പ്രിയ സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നെനിക്ക് പറയാനുള്ളത്, ദൈവം ഏൽപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ. രണ്ടാമതെനിക്ക് പറയാനുള്ളത്, കർത്താവാണ് ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ വിളിച്ചിറക്കിയിരിക്കുന്നതെങ്കിൽ കർത്താവ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ദൈവം നടത്താൻ ശക്തനാണ്. നമ്മൾ തകർന്നു പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. കർത്താവ് അപ്പപ്പോൾ വേണ്ടിയത്, നമ്മളെ മനുഷ്യർ നോക്കുമ്പോൾ ഒന്നുമില്ലാത്തവരെന്ന് തോന്നിയാലും നമ്മളെ ധന്യരാക്കി തീർക്കാൻ ദൈവം ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയുള്ള സഹോദരിമാരോട് ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ. നമ്മളെ തകർത്ത് കളയാൻ, നമ്മളെ പരാജയപ്പെടുത്തി കളയാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒത്തിരി ആളുകൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ കാരണം എല്ലാവർക്കും മുന്നോട്ട് കയറണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവിടെ നീ ആരെ കണ്ടിറങ്ങിയോ, ആര് വിളിച്ചിറക്കിയോ, അവൻ്റെ മറവിൽ നിന്ന് ശുശ്രൂഷിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് വേറൊരാളെ ഏൽപ്പിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ എന്നെ ക്ഷണിച്ച പാസ്റ്റർക്ക് ഒരു പ്രാവശ്യം കൂടെ, പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുത്തിടുന്നു. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ഏവർക്കും ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരായിരിക്കുന്നത്, വിഷമിക്കുന്നത്, ഭാരപ്പെടുന്നത്, അവർ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് വിടുവിക്കപ്പെടുവാൻ. നിങ്ങൾ ഏത് രോഗികളാണോ, ഞാൻ പറയാം, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്.
പല ക്യാൻസർ രോഗികളും സഡൻലി വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ ഇടയായിട്ടുണ്ട്. അത് ദൈവം ചെയ്തതാ, ഞങ്ങൾ ചെയ്തതല്ല. അതൊക്കെ ഒരുപാട് പറയുകയാണെങ്കിൽ ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാനതൊക്കെ ചുരുക്കി പറയുവാൻ ഇടയായി തീർന്നത്. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നും ജീവിക്കുന്ന സാക്ഷിയായി കാട്ടാക്കടയിലുള്ളൊരു പ്രിയ സഹോദരിയുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവരെന്നെ കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഏതൊരവസ്ഥയാകട്ടെ, അത് ദൈവത്തിന് പ്രശ്നമേ അല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, പ്രേക്ഷകർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഏതൊരവസ്ഥയിലിരുന്നാണ് എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരായിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. രോഗികളായിട്ട് ഭാരമനുഭവിക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാത്ത, അവരുടെ ജീവിതത്തിൽ നില കാണുവാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും അടിയനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതൽ ഇറങ്ങിച്ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സൂസൻ ജോൺ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം കൊടുത്തു. പ്രിയ കർത്താവിൻ്റെ ദാസി സൂസനെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ, ബാല്യം മുതൽ ദൈവം തിരഞ്ഞെടുത്തതായ ആ നല്ല വഴികൾ, ദൈവസന്നിധിയിൽ ദൈവം വളർത്തിക്കൊണ്ടുവന്നതായ, ഒരുക്കിയെടുത്തതായ വിധങ്ങളൊക്കെ പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ശുശ്രൂഷാമുഖത്തെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ മാനപാത്രമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിക്കുന്ന ഒരായുധമായി മൂർച്ചയുള്ള അനുഭവത്തിലേക്ക് ഒരുക്കിയെടുക്കുവാൻ ദൈവം കൊണ്ടുവന്ന ആ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത നിലകളിൽ ആത്മീയ ശുശ്രൂഷകളിൽ പ്രയോജനപ്പെടുവാൻ, അനേകരുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവുമായിരിക്കുവാൻ, വിടുതലിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ, സുവിശേഷ ഘോഷണത്തിൽ മുൻനിരയിൽ നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അനേക പ്രിയപ്പെട്ടവരെ നാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, തീയിൽ നിന്ന് നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ ദൈവം പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കുടുംബമായി ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന നല്ല അനുഭവങ്ങൾക്കായിട്ട്, നല്ല ഓർമ്മകൾക്കായിട്ട് ദൈവം പിന്നെയും നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ TV ശ്രോതാക്കളോടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസ്യമുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.